സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അനുഭൂതിയിൽ നിന്ന് അറിവിലേക്കും, അറിവിൽ നിന്ന് വാക്കുകളിലേക്കും, വാക്കുകളിൽ നിന്ന് വേദത്തിലേക്കും സഞ്ചരിച്ച് അജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്കും, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്കും, അനീതിയിൽ നിന്ന് നീതിയിലേക്കും, ദാരിദ്ര്യത്തിൽ നിന്ന് സുഖത്തിലേക്കും നമ്മെ നയിച്ച് ഈ പ്രപഞ്ച നിയമമാകുന്ന മൃത്യുവിന് പോലും ചെന്നെത്താൻ കഴിയാത്ത പരമപദത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ ഗുരുപരമ്പര, ആ ഗുരുപരമ്പരയെ ആദ്യം തന്നെ നമസ്കരിക്കട്ടെ. ആ ഗുരുപരമ്പര നമുക്ക് പകർന്നു തന്ന ശ്രീമദ് ഭാഗവതാമൃതം, ഭഗവാന്റെ തന്നെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ഭാഗവതം, ആ മഹത് ഗ്രന്ഥത്തെ പുരസ്കരിച്ചുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. പൃഥുചരിതമാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിട്ടുള്ള വിഷയം. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ജീവനെ പൂർവസംസ്കാരങ്ങൾ, അതായത് 3 തരത്തിലാണ് പറയുക. ഏഷണാത്രയങ്ങൾ എന്ന് പറയും. വിത്തേഷണ, ലോകേഷണ, പുത്രേഷണ. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഒരു ജീവൻ. ലോകേഷണയുടെ അതിതീവ്രമായിട്ടുള്ള ഒരു ബന്ധം ദക്ഷയാഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സതീദേവി, നമ്മളാകുന്ന സതീദേവി ജീവൻ ഈശ്വരനെ പ്രാപിച്ചിട്ടും ആ ശരീരബന്ധുക്കളുടെ ഒരു വലി എന്ന് പറയണത് ലോകേഷണയുടെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു വരാറുണ്ട്. അതുപോലെ തന്നെ വിത്തത്തിനോടുള്ള മോഹം, ധനാശ നിമിത്തം നമ്മുടെ സംസ്കാരങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വീണ്ടും സ്നേഹമോഹ വശങ്കത എന്നുള്ള രീതിയിൽ പോകുന്ന ജീവനെയും നമുക്ക് പഠിക്കാനുണ്ട്. 3-മതായിട്ട് പുത്രേഷണ, പുത്രന്മാര്, കളത്രം തുടങ്ങിയിട്ടുള്ള ബന്ധങ്ങളിൽപ്പെട്ട് വലയുന്ന ജീവന് വലിയ വലിയ സന്ദേശങ്ങൾ ശ്രീമദ് ഭാഗവതം പകർന്നു തരുന്നു എന്നുള്ളതാണ്. അപ്പൊ പുത്രേഷണയ്ക്ക് തന്നെ ആ പുത്രകാമനയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെയാണ് ശരിക്കും പൃഥുചരിതം നമുക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത് എന്ന് പറയാം. അപ്പൊ ഇവിടെ ധ്രുവന്റെ വംശാവലിയൊക്കെ ഇങ്ങനെ വർണ്ണിച്ചു വരികയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഉത്കലൻ എന്താ വെച്ചാൽ ഒരു അവധൂതനെ മാതിരിയാണ്. പക്ഷെ ആളുകൾക്കൊക്കെ അദ്ദേഹത്തെ ഒരു മൂകനെ പോലെ, ചെവി കേൾക്കാത്ത ആളെ പോലെയൊക്കെ തോന്നി. അപ്പൊ ഇങ്ങനെ ഒരാളെ എങ്ങനെയാ രാജാവാക്കാൻ സാധിക്കുക? അതുകൊണ്ട് അദ്ദേഹത്തെ ആ സിംഹാസനത്തിൽ നിന്ന് മാറ്റി ഇളയ സഹോദരനായിട്ടുള്ള വത്സരനെ രാജ്യഭാരം ഏൽപ്പിച്ചു എന്നുള്ളതാണ് പറയണത്. പിന്നെ വത്സരന്റെ സന്തതി പരമ്പര അങ്ങനെ കഴിഞ്ഞ് ക്രമേണ ആ വംശത്തിൽ അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായി. ആ രാജാവിൻ്റെ നാമമാണ് അങ്കൻ. ആ അംഗരാജാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രജകളെയൊക്കെ തന്നെ സ്വന്തം മക്കളെ പോലെ പരിപാലിച്ചിരുന്ന ഒരു രാജാവാണ് അംഗരാജാവ്. പക്ഷെ എന്തു ചെയ്യാം, അദ്ദേഹത്തിന് സന്തതികളൊന്നും ഉണ്ടായില്ല. അപ്പം പുത്രകാമന സാധാരണ ഒരു ദമ്പതികൾക്കാണ് അതിലുണ്ടെങ്കിൽ കുഴപ്പമില്ല, അപ്പോഴും വിഷമം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു രാജ്യത്തിന് അവകാശമില്ലാണ്ട് പോണു, അത് വലിയൊരു ദുഃഖമായിട്ട് കിടക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുത്രകാമേഷ്ടി എന്നുള്ള യാഗം അനുഷ്ഠിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പം അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ പത്നി സുനീത, അവർക്കൊരു പുത്രനുണ്ടായി. പുത്രനുണ്ടായപ്പോഴാണ് വേണ്ടി കിടന്നില്ല എന്നായത്. കാരണം പുത്രനില്ലാത്ത ദുഃഖത്തേക്കാൾ വലിയ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വന്ന സന്ദർഭങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കടന്നു പോകാൻ പോകുന്നത്. അതായത് യാഗം ചെയ്തിട്ടും അവിടെ നിയമമൊന്നുമില്ല എന്നർത്ഥം. ഷോഡശ സംസ്കാരങ്ങളിൽ ഗർഭാധാന സംസ്കാരമുണ്ട്. അത് വളരെ കൃത്യമായിട്ട് അനുസരിച്ച് അതനുഷ്ഠിച്ച് പ്രവർത്തിക്കുന്ന, ആചരിച്ചു വരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് പൃഥുചരിതം ഇപ്പൊ നമുക്കൊരു മാതൃകയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ ശരിക്കും ഈശ്വരൻ ചിലപ്പോൾ വിപരീതമായിട്ടായിരിക്കും നമ്മളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുക. ചിലപ്പോൾ നേർവഴിയിലൂടെ ഭഗവാനിലേക്ക് എത്തിക്കും, ചിലപ്പോൾ വിപരീതമായിട്ടുള്ള തിക്താനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ട് വേണം നമുക്ക് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ അംഗരാജാവിനും മകനുണ്ടായി. കുട്ടിക്ക് പേരിട്ടു, വേനൻ എന്ന് പേര് വെച്ചു. പേരൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള പേരാണ്. പ്രകാശമാനമായ വസ്തു എന്നൊക്കെയാണ് അത്രേ ആ പേരിൻ്റെ അർത്ഥം.
പക്ഷെ കുട്ടി എന്ത് ചെയ്തു? കുട്ടി വളർന്ന് വളർന്ന് വരും തോറും വലിയ ക്രൂരതകൾ രാജ്യത്ത് പെരുകി വന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ഭയമാണ് അവനെ. ഇവിടെ പറയുന്നു, സ ബാലയേവ പുരുഷോ മാതാ മഹമനുവ്രതാ അധർമാംശോദ്ഭവം മൃത്യും തേനാ ഭവത് അധാർമിക. മൃത്യുവിൻ്റെ കൂടെ നടക്കുന്നവനായിട്ടാണ് അത്ര എല്ലാവരും ആ കുട്ടിയെ കണ്ടിരുന്നത്. അത്രയ്ക്കും അധർമ്മങ്ങൾ ചെയ്തു കൂട്ടി. ഇത്ര ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ വലിയ വലിയ ഹിംസകൾ. കുട്ടികളെയൊക്കെ കളിക്കാൻ വിളിക്കൂത്രേ, എന്നിട്ട് കിണറ്റിൽ കൊണ്ട് തള്ളിയിട്ട് കൊല്ലും. മൃഗങ്ങളെയൊക്കെ നന്നായിട്ട് ദ്രോഹിക്കും. അപ്പോൾ രാജാവിൻ്റെ സദസ്സിലൊരു കംപ്ലൈൻറ്റ് ബോക്സ്, എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാജാവിന് കംപ്ലൈൻറ്റുകളുടെ വലിയൊരു പട്ടികയാണ് കിട്ടുക. നിങ്ങളുടെ മകൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രജകളുടെ ഒരു പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ തന്നെ രാജാവിന് സമയം പോരാ. അപ്പം ശാസിച്ചു നോക്കി. പക്ഷെ കുറച്ചുകൂടി വലുതായ സമയത്ത് മകനെ തന്നെ ഭയമാണ് രാജാവിന്. എങ്ങനെയാണ് ഈ കുട്ടിയുടെ അടുത്ത് പോവാം? അത്രയും ഹിംസയാണ് ഈ കുട്ടിയുടെ കയ്യിൽ. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കണ ഒരു കാലഘട്ടം. ആ സമയത്താണ് ഇപ്പോൾ രാജാക്കന്മാരൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ഈ സ്തുതി പാഠകന്മാരൊക്കെ വന്ന് സ്തുതിക്കും, പള്ളിക്കുറിപ്പുണർത്തുക എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ ഒരു ദിവസം രാജാവിന് ഇങ്ങനെ ബന്ദികളൊക്കെ വന്ന് സ്തുതിക്കുകയാണ്. സ്തുതിക്കുന്ന സമയത്ത് രാജാവ് വാതിൽ തുറന്നതേയില്ല. കതക് തട്ടി നോക്കി, കുറേ നേരമായി. പിന്നെയാണ് ഇവർ ഫോഴ്സ്ഫുള്ളി ആ വാതിൽ തുറന്നപ്പോഴാണ് മനസ്സിലായത് രാജാവിനെ കാണാനില്ല. അപ്പോൾ കുറേ സാധ്യതകളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം ഇതുമായിട്ട് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ രാജാവിന് വേണമെങ്കിൽ വിഷം കഴിക്കാം. ഇങ്ങനെ ഒരു വിപരീത പുത്രൻ ഉണ്ടായി, അഗ്നിയിൽ ചാടിയോ വിഷം കഴിച്ചോ എന്തെങ്കിലും മരിച്ചോ എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അതിനു മുമ്പ് ഭാഗവതം ഈ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനുള്ള ഒറ്റമൂലിയായിട്ട് ഇവിടെ അംഗരാജാവിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. കാണാനില്ല രാജാവിനെ, അബ്സ്കൗണ്ടിങ്. തമാശയായിട്ട് പറയും, ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ചിരിക്കണോ. ലെറ്റർ എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് അത് ആർക്കാണ്, വേനനുള്ള ലെറ്ററാണെന്നാണ് പറയുന്നത്. എന്താ എഴുതിയിരിക്കണേ നോക്കിയപ്പോഴാണ്, താങ്ക് യു വെരി മച്ച്, കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പുത്രൻ ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ നല്ലതായിട്ട് ഉണ്ടാവാൻ പാടില്ല, വിപരീത പുത്രൻ ഉണ്ടാവണം. എന്നാൽ ഈ പ്രപഞ്ചത്തോട് വൈരാഗ്യം വരും, ഭഗവാനിലേക്ക് മനസ്സ് ചരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവണം എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ. അതുകൊണ്ടല്ലേ ലോകത്ത് ഈ അറ്റാച്ച്മെന്റ് വിടാൻ പറ്റാത്തതാണ് എല്ലാവർക്കും പ്രശ്നം. കുന്തിദേവി പോലും ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ സ്നേഹപാശം ഇമം ചിന്തി, എനിക്ക് ഈ സ്നേഹത്തിലും ഇത് പാശമായിട്ട് ബന്ധനായിട്ട് മാറുകയാണ്, ഇതിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കണേ എനിക്ക്, അതിനുവേണ്ടി അതൊരു വരം എനിക്ക് തരിക, അല്ലാതെ വേറെ ആഗ്രഹങ്ങളൊന്നും കുന്തിദേവിക്ക് ഇല്ലായിരുന്നു. ശ്രീകൃഷ്ണൻ പോലും മകനായിട്ട് ജനിച്ചിട്ട് ഇവിടെ യശോദാദേവി ഭഗവാൻ ശ്രീകൃഷ്ണനെ ചെറുതായിരിക്കുന്ന സമയത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ കൂടി പശുവിനെ മേയ്ക്കാൻ പറഞ്ഞിട്ട് പോവും. രാവിലെ ഗോപാലന്മാരൊക്കെ കൂടി പോവും. തിരിച്ചു വരുമ്പോഴേക്കും അമ്മയ്ക്ക് ആദ്യമാണ് എൻ്റെ കുട്ടി എത്തിയോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എപ്പോഴും മാതൃഹൃദയം അങ്ങനെ അതും ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗമാണ്. എന്നിട്ട് കുട്ടി വരാഞ്ഞതിൽ അമ്മ ഒരുപാട് ടെൻഷൻ അടിക്കുന്നു. എന്നിട്ട് അമ്മ പറയുന്ന ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ വളരെ നല്ല വരികൾ, ആ കുട്ടിയെ കാണാൻ അമ്മ വിഷമിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്. എന്നിട്ട് അമ്മ വലിയൊരു തത്വം നമുക്ക് പറഞ്ഞു തരാണ്. അതിപ്രകാരമാണ്. അമ്മ പാടുകയാണ്, കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലി. രാവിലെ പോയതാ, പശുക്കളെ കൊണ്ട് ഗോപാലന്മാരൊക്കെ കൂടെ പോയതാ. ഇത്ര നേരം കാണാനില്ല, ഇനി മുള്ളോ മറ്റോ കുത്തിയിട്ടുണ്ടാവോ. കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിട്ടു കാനനം തന്നിലേ വീണാനോ താൻ. എവിടെയെങ്കിലും വീണ് കിടക്കണ്ടോ? ഫലമൂലാദികളൊക്കെ പറിക്കാൻ പോയിട്ട് എവിടെയെങ്കിലും വീണ് കിടക്കണ്ടോ എൻ്റെ കുട്ടി? കാനനം തന്നിലെ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നങ്ങൂഴന്നാനോ താൻ. നീ വഴിയൊക്കെ തെറ്റിപ്പോയോ? പോകുമ്പോൾ വഴിയറിയായിരുന്നു, തിരിച്ചു വരാൻ വഴിയറിയാണ്ട് എവിടെയെങ്കിലും എൻ്റെ കുട്ടി വിഷമിച്ച് കിടക്കണ്ടാവോ? പിള്ളേരുമായി പീഡിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കീടന്നാനോ താൻ. കുട്ടികളായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും വീണ് കിടക്കണ്ടോ എൻ്റെ കുട്ടി? എന്നിട്ട് അമ്മ സ്വയം ആശ്വസിക്കുകയാണ്. ഇവിടെ ചോറ് വിളമ്പി വെച്ചിട്ട് കുട്ടിയെ കാത്തിരിക്കുകയാണ്. ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു, നീറുന്നതുള്ളവും പിന്നെ പിന്നെ. എന്നിട്ട് അവസാനം അമ്മ പറയണു, വലിയൊരു തത്വത്തിലേക്ക് നമ്മളെ കൂട്ടിയിട്ട് പോവാണ് യശോദ. വൈരം പോരായി പണ്ടു കഴിഞ്ഞൊരു ജന്മത്തിൽ വൈരം കലർന്നുള്ള ലോകരെല്ലാം മക്കളായി വന്നു പിറന്നു ചമഞ്ഞിട്ട് ദുഃഖമിയറ്റുന്നു എന്ന് തോന്നും. കഴിഞ്ഞ ജന്മത്തിൽ നമ്മളോട് ശത്രുത വെച്ച് പുലർത്തിയവരാണത്ര ഈ ജന്മത്തിൽ മക്കളായിട്ട് വന്ന് ജനിക്കണത്. ഏറ്റവും അടുത്ത് വന്ന് ജനിച്ചാലാണ് ആ കടം വീട്ടാനായിട്ട് പറ്റുക.
അപ്പോൾ അതുകൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞ് അമ്മ ഒരു വലിയ തത്വം നമ്മളിലേക്ക് തുറന്നു തരാണ്. അപ്പം ഈ കടപ്പാടും ഈ ബന്ധനവും ഇതൊരു കയറാണ്, കയറുകൊണ്ട് ബന്ധിച്ച പോലെയാണ്. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടാനാണ് ഈ ലോകരെല്ലാം ഓടിക്കൊണ്ടിരിക്കുന്നത്. സത്സംഗവും പ്രഭാഷണങ്ങളും ഇതൊക്കെ നമ്മൾ കേൾക്കണോ, ഈ ബന്ധം നമുക്ക് അറക്കാൻ പറ്റുന്നില്ല. ഈ ബോണ്ടേജ് നമുക്ക് അറക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ അംഗരാജാവ് തൻ്റെ സാഹചര്യങ്ങളെയൊക്കെ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഒരു രീതി എടുക്കും. അംഗരാജാവ് പറയാണ്, ഈ വിപരീത പുത്രനെ കൊണ്ട് എനിക്കിതാ ഭഗവാനിലേക്ക് ഭക്തി വന്നിരിക്കണു, ഞാനിതാ പോണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ആരോ ഒരാൾ സോക്രട്ടീസിൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്രേ കല്യാണം കഴിക്കണോ വേണ്ടയോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതായിട്ട് പറയാറുണ്ട്, കല്യാണമൊക്കെ കഴിക്കണത് നല്ലതാണ്. എന്താന്ന് വെച്ചാൽ നല്ലൊരു പത്നിയാണ് ലഭിക്കുന്നത് എങ്കിൽ കുടുംബജീവിതം വളരെ നന്നായിട്ട് പോവും. ഇനി അഥവാ നല്ലതല്ല ചീത്ത പത്നിയാണ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് വൈരാഗ്യമായിട്ടും പോവും. അപ്പോൾ എന്തുകൊണ്ടും നല്ലതാണ്, ധൈര്യമായിട്ട് ചെയ്തോളൂ എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിപരീത പുത്രനെ കാരണം അംഗരാജാവ് രാജ്യം വിട്ടു പോയി. അദ്ദേഹം തീയിൽ ചാടിയില്ല, വിഷം കഴിച്ചില്ല, ഒന്നും ചെയ്തില്ല. ആ പ്രതിസന്ധികളെ ഉപയോഗിച്ചുകൊണ്ട്, ആ അവസരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ഇത് ഭഗവാന്റെ തന്നെ ലീലയാണ്, എന്നെ ഭഗവാനോട് അടുപ്പിക്കാൻ, അത് പറഞ്ഞ് അദ്ദേഹം ഭഗവാനിലേക്ക് ശരിക്കും ആ ഒരു മാർഗത്തിലേക്ക് സഞ്ചരിച്ചു എന്നാണ് പറയണത്. അപ്പോഴാണ് രാജ്യം അനാഥമായി. അടുത്ത രാജ്യക്കാരോ മറ്റേ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മതി, ഇവിടെ യുദ്ധത്തിന് വരും. പക്ഷെ ആരും വരില്ല. വേറൊരു കാര്യമുണ്ട്, കാരണം അധർമ്മത്തിന്റെ മൂർത്തിമത് ഭാവമായിട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ആരാ? വേനൻ. അപ്പോൾ ഒരാളും അടുക്കാൻ കൂട്ടാക്കിയില്ല, അതൊരു ഗുണമുണ്ട്. അപ്പോഴാണ് അവിടുത്തെ മഹത്തുക്കളൊക്കെ കൂടിയിട്ട് ഒന്ന് ചർച്ചയിൽ ഏർപ്പെട്ടു. ഇനി ആരെയാണ് രാജാവാക്കേണ്ടത്? രാജ്യം അനാഥമായി കിടക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോഴേ ഒരാൾ സിംഹാസനത്തിൽ കയറിയിരിക്കുക. എന്തിനാ ഞാനുള്ളപ്പോൾ മീറ്റിംഗ് ഒക്കെ കൂടേണ്ട ആവശ്യം? ശരിക്കും കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്ത മാതിരിയായി. അവർക്ക് നിവൃത്തിയില്ലാണ്ട് വേനനെ അവിടെ രാജാവായിട്ട് അവരോധിക്കേണ്ടി വന്നു എന്നുള്ളതാണ് നിവർത്തികേട്. പാമ്പിന് അല്ലേ ഞങ്ങൾ പാല് കൊടുത്ത് വളർത്തിയത് എന്ന് അവർ ചിന്തിക്കേണ്ടാവും, അവിടെ കൊടുത്തു. പക്ഷേ അധർമ്മിയാണെങ്കിലും ഒരു ഗുണം അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ടുണ്ടായി എന്നാണ് പറയണത്. എന്തേ ഗുണം ഉണ്ടായെന്ന് ചോദിച്ചാൽ, ലോക്കൽ അധർമ്മികളൊന്നും, ലോക്കൽ കള്ളന്മാരൊന്നും പൊന്തി വന്നില്ല. കാരണം എന്താ വെച്ചാൽ മൂത്ത കള്ളനാണ് സിംഹാസനത്തിൽ ഇരിക്കണത്. അപ്പോൾ അതൊക്കെ ഒതുങ്ങിപ്പോയി. പക്ഷെ എന്താണ്, ഉഗ്രശാസനങ്ങളാണ്. യാഗം ചെയ്യാൻ പാടില്ല, യജ്ഞം ചെയ്യാൻ പാടില്ല, ഹോമം ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിലൊക്കെ എന്തൊക്കെയോ ഗൂഢാർത്ഥമുള്ളത് മാതിരി ശരിക്കും ഹിരണ്യകശിപു പറഞ്ഞ പോലെയൊക്കെ ഈ വേനൻ പറയാൻ തുടങ്ങി, ഇതൊന്നും ഇവിടെ പാടില്ല, ഞാനാണ് ഈശ്വരൻ, എന്നെയാണ് നിങ്ങൾ പൂജിക്കേണ്ടത്, അതുകൊണ്ട് ഈ അഭിമാനമൊക്കെ വെടിഞ്ഞ് നിങ്ങൾ എന്നെ പൂജിക്കുക എന്നാണ് എല്ലാവരോടും വേനൻ പറഞ്ഞത് എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ തീക്ഷ്ണത സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അപ്പോൾ ഗുരുശ്രേഷ്ഠന്മാർ വേണം, സജ്ജനങ്ങൾ വേണം ഇതിനൊക്കെ. അന്ന് ശ്രദ്ധേയമായൊരു കാര്യം എന്താ വെച്ചാൽ, ഭരണരംഗത്ത് ഇതുപോലുള്ള ഗുരുക്കന്മാർ ഉപദേഷ്ടാക്കളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതില്ല. അതാണ് നമ്മുടെ സംസ്കാര തകർച്ചയ്ക്കൊക്കെ കാരണം അത് തന്നെയാണ്. അന്ന് ഉപദേഷ്ടാക്കൾ ഉണ്ടായിരുന്നു. ഒരു രാജാവിൻ്റെ സദസ്സിൽ എല്ലാ പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു, രാജഗുരു ഉണ്ടായിരുന്നു, ജ്യോത്സ്യൻ ഉണ്ടായിരുന്നു. വിവിധ മേഖലകളിൽ അഭിരമിക്കുന്ന ഓരോരുത്തരും ആ രാജസദസ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ മുനിമാരൊക്കെ കൂടി ചേർന്ന് ആലോചിച്ചു, നമുക്ക് വേനനെ ഒന്ന് ഉപദേശിക്കാം. അത് അവരുടെ ധർമ്മമാണ്. ഉപദേശിച്ചിട്ടൊന്നും നന്നായിട്ടില്ല എന്ന് കണ്ടതാണ്. അച്ഛൻ ഉപദേശിച്ച് നോക്കി, ചെറുപ്പത്തിൽ ശാസിച്ചു നോക്കി, പക്ഷേ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിൽ കൂടി നമുക്കൊന്ന് ഉപദേശിക്കാം. സജ്ജനങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചു അങ്ങനെ വേനൻ്റെ പക്കലെത്തി എന്നുള്ളതാണ്. അവിടെ ചെന്നിട്ട് വേനനെ ഉപദേശിക്കുകയാണ്. എന്താ പറയണത്? ധർമ്മ ആചരിത പുംസ വാങ് മനക്കായ ബുദ്ധിഭി ലോകാൻ വിശോകാൻ വിതരതി അദാനന്ദ്യമസംഗിനാം. അല്ലയോ രാജൻ, അങ്ങേക്ക് ശ്രേയസ് ഉണ്ടാകുന്ന ഒരു കാര്യം ഞങ്ങൾ പറയണത്. അങ്ങേക്ക് യശസ് വർദ്ധിക്കും, അങ്ങേക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ വർദ്ധിക്കും. ഇത് ദയവ് ചെയ്ത് കേട്ടാലും. എന്താ പറയണേ? ധർമ്മ ആചരിത പുംസ, ദയവ് ചെയ്ത് ധർമ്മത്തെ ആചരിച്ചാലും എന്തുകൊണ്ടൊക്കെയാ? വാങ് മനക്കായ ബുദ്ധിഭി, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ധർമ്മത്തെ ആചരിച്ചാലും എന്ന് പറയണു. എന്താണ് ധർമ്മം? ഇപ്പോൾ ഭീഷ്മര് ശരശയിൽ കിടക്കുന്ന സമയത്ത് ധർമ്മപുത്രരെ മുൻനിർത്തിയിട്ട് സകല ധർമ്മങ്ങളെ ഉപദേശിച്ചതായിട്ട് ഭാഗവത ശാസ്ത്രം പറയുന്നുണ്ട്. അതിലൊരു രാജാവിൻ്റെ ധർമ്മം പറയും, ധരതി ഇതി ധർമ്മ, ധാര്യതേ ഇതി ധർമ്മ. എന്താണ് ധർമ്മം എന്ന് ചോദിച്ചാൽ, ഒരു രാജാവിനെ സംബന്ധിച്ചുള്ള ധർമ്മം എന്താണ്? എല്ലാവരെയും ഒരുമിച്ച് നിർത്താം. എല്ലാവരെയും ഒരു ചങ്ങലയ്ക്കുള്ളിൽ ഓരോ കണ്ണികളെ പോലെ ഇങ്ങനെ കോർത്ത് കോർത്ത് നിർത്തുന്നതാണ് ഒരു രാജാവിൻ്റെ ധർമ്മം.
അല്ലാതെ രാജാവ് കാരണം രാജാവിനെ പോലെയുള്ള പ്രതിരൂപങ്ങൾ പ്രജകളായിട്ട്, യഥാ രാജ തഥാ പ്രജ പറഞ്ഞ പോലെ ഈ വേനന്റെ റിഫ്ലക്ഷൻസ് ആണ് ഈ ലോകത്ത് കാണാൻ പറ്റണത്. അതുകൊണ്ട് രാജാവ് ധർമ്മം ആചരിക്കാതെ വന്നാൽ ഈ ചങ്ങലയ്ക്കുള്ളിൽ ഈ കണ്ണുകളൊക്കെ അറ്റുപോകും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഭഗവാൻ സൂത്രയെ മണിഗണായുവ എന്ന് പറയും. ഒരു മാലയിൽ പല പുഷ്പങ്ങളും കോർത്തിട്ടുണ്ടാവും. അതിനൊന്ന് ഓരോന്നിനും ഓരോ മണവും ഓരോ നിറവും ഓരോ ഗുണവുമായിരിക്കാം. പക്ഷേ അതിനെ കോർത്തിട്ടുള്ള ഈ ചരട് ഒന്നാണ്. അപ്പൊ എത്രയോ വൈവിധ്യങ്ങൾ നമ്മൾ സ്ഥൂലമായി നോക്കിയാൽ നിറയെ വൈവിധ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സൂക്ഷ്മമായിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ചരടിൽ കോർത്തതാണ്, ഇതൊക്കെ ഒന്നാണ് എന്നുള്ള ആ ഒരു ബോധത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഈ ഒരു സാഹചര്യത്തിൽ. അപ്പൊ ഇവിടെ രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കണു. ഈ പ്രകൃതിയിലെ ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി, പഞ്ചഭൂതങ്ങളും ഈ പ്രകൃതിയും മനുഷ്യനും ജീവജാലങ്ങളും ഒക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഈ ബന്ധത്തെ കൂട്ടിയിണക്കുകയാണ് ഒരു രാജാവിൻ്റെ കർത്തവ്യം. പക്ഷെ അങ്ങനെയാണോ നമ്മൾ കാണുന്നത്? വേനന്റെ പ്രവർത്തികളില്ല. നമ്മളുടെ ഇന്നത്തെ ഒരു സമൂഹത്തിലെ സ്ഥിതിയും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണോ ചെയ്യണത്? ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് അവിടെ ഒരു ആചാര്യൻ വന്നിട്ട് ശ്രീമദ് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിലൊരു കുട്ടി ചോദിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും പ്രസംഗിക്കണു, പ്രഭാഷണം ചെയ്യണു, അതിൽ പറയണു, ഭഗവാൻ തന്നെ പറയണു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയണു. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയണു, ഇതൊക്കെ മാറ്റണം എന്ന് പറയണു. ഈ ജാതിമത ചിന്തകളാൽ കലുഷിതമായിട്ടുള്ള ലോകത്തെ തള്ളിമാറ്റി അതിനെ ഒരു പടവാളാക്കിയിട്ട് ഈ രാഷ്ട്രത്തെ അതിനതീതമായിട്ട് കെട്ടിപ്പടുക്കണം എന്നൊക്കെ പറയണു. പക്ഷേ ഇത് പ്രസംഗത്തിലേ ഉള്ളൂ. ഈ പ്രസംഗിക്കുന്നവരും ഇത് പ്രസംഗത്തിലാണ്. ഞങ്ങൾ സ്കൂളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഞങ്ങൾ എഴുതി കൊടുക്കുന്ന പ്രൊസീജിയർ എന്താ? അതിൽ ജാതിയുണ്ട്, അതിൽ മതമുണ്ട്. ഇതിനൊന്നും മാറ്റമില്ലല്ലോ. അപ്പൊ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാദികളെ ഭഗവാൻ സൃഷ്ടിച്ചു. ഭഗവാന്റെ തന്നെ അംഗം അതായിട്ട് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ നമ്മുടെ വീട് ചുറ്റുപാടുമൊക്കെ അടിച്ചു വൃത്തിയാക്കണു, നമ്മൾ ശൂദ്രവൃത്തിയാണ് ചെയ്യണത്. ഇനി ആ വീട്ടിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരണു, നമ്മൾ വൈശ്യവൃത്തിയാണ് ചെയ്യണത്. ശുദ്ധമാക്കപ്പെട്ട ആ വീടിനെ പരിശുദ്ധമായിട്ട് സംരക്ഷിക്കുമ്പോൾ ക്ഷത്രിയ വൃത്തിയാണ് നമ്മൾ ചെയ്യണത്. ഇനി ആ വീട്ടിലിരുന്ന് നാമം ജപിക്കുന്ന നമ്മൾ, സത്സംഗം നടത്തുന്ന നമ്മൾ, ക്ഷേത്ര ദർശനത്തിന് പോകുന്ന നമ്മൾ ഒരു ബ്രാഹ്മണ വൃത്തിയാണ് ചെയ്യണത്. അപ്പം ഇതൊക്കെ ഒരു മനുഷ്യനെ ഊർധ്വഗതിയിലേക്ക് നയിക്കാൻ പോകുന്ന സംസ്കാരങ്ങളാണ്. വർണ്ണാശ്രമ ധർമ്മങ്ങളോട്, വർണ്ണത്തിന് ഒരുമിച്ച് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, വർണ്ണാശ്രമങ്ങൾ എന്നേ പറയാറുള്ളൂ. അപ്പം ഇതൊക്കെ പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് അതിനൊരു മാറ്റം വരുന്നില്ല എന്ന് ആ കുട്ടിയുടെ ചോദ്യത്തിന് മുമ്പിൽ ആർക്കും ഉത്തരവില്ല. അപ്പം ഈ ചങ്ങലയെ അറ്റിക്കുന്ന പ്രധാന ഘടകം ഇത്തരത്തിലുള്ള ചിന്തകളാണ് എന്നുള്ളതാണ്. നോക്കൂ, ശ്രീരാമന്റെ കഥയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വിഭീഷണൻ ശ്രീരാമനെ ശരണാഗതി ചെയ്ത സമയം സുഗ്രീവൻ പറഞ്ഞു ഭഗവാനോട്, ഇവൻ രാവണന്റെ അനുജനാണ്, വിശ്വസിച്ചുകൂടാ, ചാരനായിരിക്കും ഒരു പക്ഷേ, അതുകൊണ്ട് കൂടെ നിർത്തുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ ഇത് അനുകൂലമല്ല, നമുക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അവിടെ ആഞ്ജനേയനുണ്ട്. ആഞ്ജനേയൻ പറഞ്ഞു, അഭയം സർവഭൂതേഭ്യോ ദദാമേതത് വ്രതം മമ. ഇവന്റെ ഏതാണ് കുലം എന്ന് നോക്കിയിട്ടല്ല ഞാൻ ഇവന് അഭയം കൊടുക്കണത്. ഇപ്പൊ അവന്റെ മനസ്സ് നിർമ്മലമാണ്. ഒരു വ്യക്തിയുടെ ഗുണം നോക്കിയിട്ടാണ് അവൻ എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത്, അല്ലാതെ അവൻ ജനിച്ച കുലം നോക്കിയിട്ടല്ല എന്നുള്ളത്. സർവഭൂതങ്ങളിൽ നിന്നും ഞാനിതാ അവന് അഭയം കൊടുക്കണൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതിനൊരു അന്തരാർത്ഥവും കൂടിയുണ്ട്. ഇനി വിഭീഷണനല്ല, രാവണൻ പോലും വന്ന് ശരണാഗതി ചെയ്താലും ഭഗവാൻ അഭയം കൊടുക്കും. അപ്പോൾ ആ മനസ്സ് എത്രത്തോളം അവസരങ്ങളാണ് ഇതൊക്കെ മാറ്റാനും കലുഷിതമായ ചിന്തകളെ അകറ്റാനും നമുക്ക് തരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ രാജാവിനോട് പറഞ്ഞു, ഇതിനൊക്കെ അതീതമായിട്ടുള്ള ഒരു ഭരണരംഗം നമുക്ക് കാഴ്ചവെക്കണം എന്ന്. പിന്നെ പറയണു, ധർമ്മം ആചരിക്കാൻ മാത്രമല്ല, രാജൻ അസാധ്യമാത്യേഭ്യ ചോരാദിപ്യ പ്രജാനൃപ രക്ഷൻ യഥാ ബലിം ഗൃണ്ണൻ നിഹപ്രേതിച്ച മോദതേ യസ്യ രാഷ്ട്രേ പുരാചൈവ ഭഗവാൻ യജ്ഞപൂരുഷ ഇജ്യതേ സ്വേന ധർമ്മേണ ജനൈർവർണ്ണാശ്രമാണ്യതൈഹി. രക്ഷൻ യഥാ ബലിം, ഒരു രാജാവിൻ്റെ ധർമ്മം എന്താണ്? പ്രജകളെ ഒന്നിപ്പിച്ച് നിർത്തുക, കൂടാതെ പങ്കുവെക്കുന്ന ഒരു സംസ്കാരം വേണം. ഇന്ന് നമുക്കൊക്കെ അന്യമായിട്ട് പോകുന്നതാണ്. ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. അപ്പം അതിനെ നമ്മൾ അതിനെ കൾട്ടിവേറ്റ് ചെയ്യപ്പെടണം. ഷെയറിങ് നമ്മൾ എടുക്കുക മാത്രം പോരെ, കൊടുക്കാനും, അത് ഏതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ആവശ്യമില്ലാതെ കരം പിരിച്ച് ഖജനാവ് നിറച്ചു വെച്ച് സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് കഴിയുന്ന ഒരാളാണ് വേനൻ.
അതിനു വേണ്ടിയിട്ട് പ്രജകളെ പോലും വിഷമിപ്പിക്കണു. അതുകൊണ്ട് അല്ലയോ രാജൻ, അങ്ങ് ചെയ്യേണ്ടത് ഇതൊക്കെ പങ്കുവെച്ച് കൊടുക്കണം, ആ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി. പിന്നെ മാത്രമല്ല, ഇതൊക്കെ ഈശ്വരൻ്റെ, ജഗതാം ഈശ്വരേശ്വരേ, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ പ്രപഞ്ച വ്യവസ്ഥ ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ള വലിയ സംസ്കാരം ഇവിടെ പ്രചരിപ്പിക്കണം. ശരിക്കും ഭഗവാന്റെ ഒരു ഏജന്റിനെ പോലെ. ഇന്ന് നമ്മൾ നേരെ തിരിച്ചാണ്, ഭഗവാനിനെ ഏജന്റ് ആക്കുകയാണ്. നമ്മുടെ ആശകളൊക്കെ സാധിക്കാൻ ഭഗവാൻ ഒരു ഏജന്റ്, കാമപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഭഗവാനെ ഏജന്റ് ആക്കണു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഭഗവാന്റെ ദാസന്മാരായിട്ട് പ്രവർത്തിക്കണം എന്ന് ഭാഗവതം എടുത്തെടുത്ത് ഓരോ ഭാഗത്തും നമ്മളോട് പറയണം. അപ്പം ഇതിനൊക്കെ അതീതമായ രാഷ്ട്രം കെട്ടിപ്പടുക്കണമെങ്കിൽ എന്താ വഴി? ഇതൊക്കെ തുടച്ചു നീക്കണമെങ്കിൽ എന്താ വഴി? അഴിമതിയും അക്രമവും ജാതിമത ചിന്തകളും ഇതൊക്കെ മാറ്റണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. ഇനി വിദ്യാഭ്യാസം, നമ്മൾ വിദ്യാസമ്പന്നന്മാരായിരിക്കാം, വിചക്ഷണന്മാരായിരിക്കാം, പക്ഷെ എന്താ ഉണ്ടാവണത്? ഇതൊക്കെ ഇന്നും അതിരൂഢമായിട്ട് നിലനിൽക്കണു എന്നുള്ളതാണ്. അപ്പം അതിനെ എങ്ങനെ മാറ്റാം? അതാണ് സാംസ്കാരിക വിദ്യാഭ്യാസം അവിടെ പകർന്നു കൊടുക്കണം. ഇന്നതില്ല, സാംസ്കാരിക വിദ്യാഭ്യാസം കൊടുക്കണില്ല. പകരം അച്ഛനെ അമ്മയെ നോക്കാൻ വേണ്ടി വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് ബില്ല് പാസ്സാക്കാനേ സാധിക്കുള്ളൂ. നിയമം കൊണ്ട് ആർക്കാ നോക്കാൻ പറ്റുക? നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സംസ്കാരം കൊണ്ടല്ലേ അവരെ സംരക്ഷിക്കേണ്ടത്. അങ്ങനെയുള്ള നല്ല സംസ്കാരങ്ങൾ നമ്മൾ ഈ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ അതിന് കുട്ടികളിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതാണിപ്പോൾ വേനൻ്റെ കഥ കൊണ്ട് അധർമ്മിയായിട്ട് തീരാൻ കാരണം. ചെറുപ്പത്തിൽ ശാസിച്ചു എന്നൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ സംസ്കാരത്തെ അവിടെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്രയധികം ക്രൂരത ഈ ലോകത്ത് പെരുകി. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേനൻ്റെ പ്രതിരൂപങ്ങളെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ ലോകത്ത്. അതിനുവേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ടത് സജ്ജനങ്ങളാണ്. എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുക? നമ്മളുടെ തൂലികകൾ, നമ്മുടെ പടവാളെന്ന് പറയുന്നത് ഭാഗവതവും ശ്രീമൽ ഭഗവത്ഗീതയും ഒക്കെയാണ്. അതിനെ എടുത്തിട്ട് പോരാടണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒക്കെ ഉപദേശിച്ചിട്ടും വേനൻ എന്താ പറയണത്? നിങ്ങൾ ഈ പ്രത്യക്ഷദേവനായിട്ടുള്ള അവജാനന്തിമേ മൂഢ നൃപരൂപണമീശ്വരം, നിങ്ങൾ എന്താ മൂഢന്മാരാണ്? ഈ ഈശ്വര സ്വരൂപത്തിലിരിക്കുന്ന രാജാവിനെ ഇനിയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉപദേശമൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ മഹാത്മാക്കളെ അപമാനിച്ചു വിട്ടു. അവർ ധർമ്മോപദേശം ചെയ്യാൻ വന്നു, അവരെ അപമാനിച്ചു വിടുകയാണ് വേനൻ ചെയ്തത്. അപ്പോൾ അവർക്ക് ശരിക്കും ഒരു രാജ്യത്തിൻ്റെ ശരിക്കും ഇങ്ങനെയുള്ള സജ്ജനങ്ങളാണ് അവർ ഇതിനെ നിലനിർത്തുന്നത്. ഈ ധർമ്മത്തെ സംസ്കാരത്തെയൊക്കെ നിലനിർത്താൻ അവരാണ് ശരിക്കും ഒരു നട്ടെല്ല് എന്ന് പറയണത്. അപ്പോൾ അവരുടെ ഉപദേശത്തെയും അവരെയും അപമാനിച്ചു, ഭഗവാനെ അപമാനിച്ചതിന് തുല്യം. അവർ അങ്ങനെ വിഷാദിച്ച് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അവർ തീരുമാനിച്ചു. സാധാരണ പറയാറുണ്ട് ചൊല്ലിക്കോട് തല്ലിക്കോട് തള്ളിക്കോട് എന്ന് പറയുന്നത്. ഇവിടെ തള്ളൽ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൂടി വേനനെ ശപിച്ചു കഴിഞ്ഞ് വേനൻ അതാ ഇറങ്ങി 2-3 അടി നടന്നത് അത് അവിടെ കിടന്നു. പിന്നെ വേനൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു, വേനൻ മരിച്ചു. ഈ സമയത്താണ് വേനൻ്റെ അമ്മ അദ്ദേഹത്തിൻ്റെ ഈ ശരീരത്തെ എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ചു എന്നൊക്കെ ഭാഗവതം പറയണത്. ഇവിടെയാണ് ഭാഗവതത്തിൻ്റെ ശാസ്ത്രീയതയെ ഇന്നത്തെ മോഡേൺ സയൻസ് യൂസ് ചെയ്യണത് നമുക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും ഈജിപ്തിലെ മമ്മിയൊക്കെ ഉണ്ടാവണേന് എത്രയോ കാലം മുമ്പ് ഭാഗവതം പറഞ്ഞു വെച്ചിരിക്കണു. പ്രത്യേക കൂട്ടം മരുന്നുകളും ഔഷധികളും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ലിക്വിഡ്, ആ ലിക്വിഡിൽ ശരീരം പ്രിസർവ് ആയിട്ടിരിക്കും എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ സയൻസ് കണ്ടുപിടിച്ച കാര്യമൊന്നുമല്ല, ഇത് ഭാഗവതം തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിയണില്ല എന്നുള്ളതാണ്. അത്രയും ശാസ്ത്രീയമായിട്ട് തയ്യാറാക്കിയതാണ് ഭാഗവതം, ശ്രീമൽ ഭാഗവതം. അപ്പം ഇവിടെ ആ ശരീരം സൂക്ഷിച്ചു. വീണ്ടും രാജ്യത്തിന് ഒരു അരാജകത്വം വന്നു, അനാഥത്വം വന്നു. ഇനി എന്ത് ചെയ്യാം? അന്ന് അധർമ്മിയായിട്ടുള്ള ഒരു രാജാവെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം രാജ്യം പരിപൂർണമായി ആരുമില്ലാത്തൊരവസ്ഥയിലാണ്. എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിച്ചപ്പോഴും അപ്പോഴും സജ്ജനങ്ങൾ വേണം അവിടെ മുൻകൈ എടുക്കാൻ. വേറെ ആർക്കൊന്നും ചെയ്യാനില്ലേ? കാരണം വേനൻ മരിച്ചെങ്കിലും വേനൻ്റെ പ്രതിരൂപങ്ങളാകുന്ന പ്രജകൾ അവിടെ വീണ്ടും അധർമ്മം വലിച്ചു വാരിയിടുകയാണ്, അഴിച്ചുവിടുകയാണ് അധർമ്മം. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് സജ്ജനങ്ങൾ ആലോചിച്ചു. അവർക്ക് അത് സാധിക്കുള്ളൂ. അവരെല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് പറയാണ്, ശ്രവതേ ബ്രഹ്മതസ്യാപി, നമ്മൾ ഇവരെ ഇപ്പം സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ തപസ്സിനൊക്കെ എന്ത് ശക്തിയാണുള്ളത്? ഒരാൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്കോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല അവർ ഉപയോഗിക്കുന്നത്. ഇതൊരു വലിയ രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. അതിനുവേണ്ടി അവർ തന്നെ മുൻകൈ എടുത്തിറങ്ങി. കാരണം നമ്മുടെ തപശക്തിയൊക്കെ ഇതിന് ഉപയോഗിച്ചില്ല, സത്കാര്യങ്ങൾക്ക് ഉപയോഗിച്ചില്ല എങ്കിൽ ഓട്ടക്കുടത്തിൽ നിന്ന് വെള്ളം പോണ പോലെ ഈ ആത്മീയ ശക്തിയൊക്കെ ചോർന്നു പോയിക്കൊണ്ടേയിരിക്കും എന്ന് സജ്ജനങ്ങൾ പരസ്പരം ഇങ്ങനെ പറയുകയാണ്. അവർ തമ്മിലൊരു സത്സംഗം. എന്നിട്ട് അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദീനാനാം സമുപേക്ഷക, ഈ ദീനന്മാരെ നമുക്ക് സഹായിച്ചേ പറ്റുള്ളൂ.
അവരെങ്ങനെയായിക്കോട്ടെ, അവരെ നമുക്ക് നല്ല രീതിയിലേക്ക്, നല്ല സംസ്കാരമുള്ളവരാക്കി മാറ്റണം എന്ന് പറഞ്ഞു സജ്ജനങ്ങൾ. നമ്മൾ പറയാറുണ്ട്, പരോപകാരായ ഫലന്തി വൃക്ഷ, പരോപകാരായ ദുഹന്തി ഗാവഹ, പരോപകാരായ വഹന്തി നദ്യഃ, പരോപകാരാർത്ഥമിതം ശരീരം. സജ്ജനങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നാണ് പറയണത്. ഈ വൃക്ഷങ്ങളൊക്കെ ഫലം തരേണ്ട അത് സ്വന്തമായിട്ട് അവർക്ക് ഭക്ഷിക്കാനല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്. നദികൾ ജലം വഹിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഗോ നമുക്ക് പാല് തരണ്ട്, കുട്ടിക്കും കൂടി കൊടുക്കാതെ നമ്മൾ കറന്നെടുക്കുക ചെയ്യണത് ഒക്കെ പരോപകാരാർത്ഥത്തിന് വേണ്ടിയിട്ടാണ് സ്വന്തം ജീവിതം അവർ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ശരീരം ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉപകരണമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതാണ് സജ്ജനങ്ങൾ, ആ ഗുരുക്കന്മാർ ഒരു മാതൃകയായിട്ട് ഇവിടെ നമുക്ക് കാണിച്ചു തരാൻ. അപ്പോൾ അവർ കൂടി ആലോചിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു? ശരിക്കും ഒരു സയൻറ്റിഫിക് ആപ്ലിക്കേഷൻ എന്ന് പറയാം. ആ ശരീരത്തെ എണ്ണത്തോണിയിൽ നിന്ന് പതുക്കെ പുറത്തെടുത്തിട്ട് എന്ത് ചെയ്തു എന്നറിയോ? ആദ്യമായിട്ട് ക്ലോണിങ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇന്ത്യയിൽ ക്ലോണിങ് ചെയ്തു. ഒരു ജീവിയുടെ സെല്ലിൽ നിന്ന് അതേ രൂപസാദൃശ്യമുള്ള മറ്റൊന്നിനെ സൃഷ്ടിച്ചു. ക്ലോണിങ് ആദ്യമായിട്ട് ക്ലോണിങ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ആടിനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡോളി ആട്ടിൻകുട്ടി നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ പല മൃഗങ്ങളെയും ചെയ്തു ക്ലോണിങ്. അപ്പോൾ അതൊരു ജീവിയുടെ സെല്ലിൽ നിന്നാണ് ചെയ്തത്. അതേപോലെ ആദ്യമായിട്ട് ഈ സയൻസൊക്കെ ഡെവലപ്പ് ചെയ്യണതിന് എത്രയോ മുമ്പ് ഭാഗവതം വേനൻ്റെ ഈ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ശരീരത്തെ പുറത്തെടുത്ത് കടയാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ഓരോ കോശങ്ങളിൽ നിന്നും ഓരോരുത്തരെ സൃഷ്ടിക്കുവാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കുരുശ്രേഷ്ഠരും മറ്റൊക്കെ വരുന്നത്. ധൃതരാഷ്ട്രരും ഗാന്ധാരിയൊക്കെ അതിന് ശേഷം വന്നവരാണ്. അതും 101 മക്കളൊക്കെ സെല്ലുന്നുണ്ടായി, ഈ കോശങ്ങളിൽ നിന്ന് ജാതനായവരാണ്. അപ്പം അതിനു മുമ്പ് ഭാഗവതം പറഞ്ഞു ആദ്യമായിട്ട് വേനനെയാണ് ഈ പരീക്ഷണശാലയാക്കിയത്, വിധേയമാക്കിയത് ഈ ക്ലോണിങ്ങിന്. അങ്ങനെ ആദ്യമായിട്ട് തൊട കടഞ്ഞപ്പോൾ വേനൻ്റെ തൊടയിൽ നിന്ന് ഒരാൾ ഉത്ഭവിച്ചു. വിരൂപൻ, അദ്ദേഹത്തിന് നിഷാദൻ എന്ന നാമം. അങ്ങനെ കാട്ടിലേക്ക് പോയി. അങ്ങനെയാണ് നിഷാദ വംശം ഉണ്ടായത് എന്ന് പറയാറുണ്ട്. അപ്പോൾ എല്ലാ നെഗറ്റീവുകളും അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ഇനി എന്ത് മാത്രമേ ഉള്ളൂ അവിടെ? സത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വീണ്ടും ഋഷിമുനിമാർ ഈ ബാഹുക്കളെ കടയാൻ തുടങ്ങി. കൈകളെ കടഞ്ഞപ്പോൾ അതിൽ നിന്നും ഒരു മിഥുനം വന്നു എന്നാണ് പറയാം. ഒരു പുരുഷനും ഒരു സ്ത്രീയും. ആ പുരുഷൻ്റെ പേരാണ് പൃഥു. പൊങ്ങി വന്നിട്ടുള്ള സ്ത്രീയുടെ നാമമാണ് അർച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൃഥുവും അർച്ചിസും ഇവർ വിവാഹിതരായി. പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നും, ഇങ്ങനെ ഒരു സൃഷ്ടി, ഒരു ശരീരത്തിൽ നിന്ന് എങ്ങനെയായി ഈ സൃഷ്ടി ഉണ്ടാവുക എന്നുള്ളത്. വളരെ താത്വികമായിട്ട് നമ്മൾ ഈ ചിന്തകൾ കൊണ്ടുപോകുന്ന സമയത്ത് ശരിക്കും വേനൻ എന്ന് പറയുന്നത് മായയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്കൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവനെ ഈശ്വരനിൽ നിന്നും വേർതിരിക്കുന്ന ഒരു തിരശീല, ഒരു സ്ക്രീൻ. അതാണ് നമ്മൾ മായ എന്ന് പറയണത്. അതും ഈശ്വരനിൽ അധിഷ്ഠിതമാണ്. ആ മായ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വേർതിരിവില്ല. ജീവനും ഈശ്വരനും ഒന്ന്, അദ്വൈതം വന്നു. ഇപ്പോഴേ ജീവൻ്റെയും ഈശ്വരൻ്റെയും ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, അതിനെയാണ് മായ എന്ന് പറയുന്നത്. ആ മായയുടെ പ്രതീകം ഇവിടെ ഇല്ലാണ്ടായി, വേനൻ ഇല്ലാണ്ടായി. മായ മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്തേ കിട്ടുള്ളൂ? ഭഗവത് അംശമായിട്ടുള്ള ഒരാൾ, അത്രയും സൂര്യ തേജസ്സോട് കൂടിയിട്ടുള്ള ഒരാളാണ് പൃഥു മഹാരാജാവ് എന്ന് പറയുന്നത്. ആ പൃഥുവാണ് പൊങ്ങി വന്നിട്ടുള്ളത്. അങ്ങനെ പൃഥുവിനെ ഇവർ രാജാവായിട്ട് അവരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ് കടക്കണ കഥ. അങ്ങനെ സിംഹാസനത്തിലിരുന്നു, രാജാവായിട്ട് ചാർജ് എടുത്തു. അപ്പോഴാണ് നമ്മുടെ സ്തുതിപാഠകന്മാർ അവരെന്താന്ന് വെച്ചാൽ, രാജാവ് എഴുന്നേൽക്കുമ്പോൾ സ്തുതിക്കണം, ഈ സിംഹാസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ വഴിയിലെ സ്തുതി തുടങ്ങണം, അങ്ങനെയൊക്കെയാണ്. അത് റെഡിമെയ്ഡാണ്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം എന്ന് പറഞ്ഞു. ഇനി കരിക്കട്ട പോലത്തെ മുഖമാണെങ്കിലും സ്തുതിച്ചേ മതിയാവൂ. അത് രാജധർമ്മത്തിൽ ആ സദസ്സിലുള്ള ആൾക്കാരുടെ ധർമ്മം, അവർ സ്തുതിക്കണം. ചിലരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ സ്തുതി കൊണ്ട് അഹങ്കാരികളായിട്ടുള്ള ഒരുപാട് ഭരണാധികാരികളുടെ കഥയുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചൊരു കഥ എനിക്ക് ഓർമ്മ, എൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞതെന്നാണ്. അതായത് ഒരു കവി, ജന്മനാ കവിത്വമുള്ള ആള്, ദേവി ഭക്തൻ, അദ്ദേഹം മൂകാംബികയിൽ പോയിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ തപസ്സിൽ പ്രീതിയായിട്ട് ദേവി ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചോദിച്ചു, നിനക്ക് എന്ത് വരാണ് വേണ്ടത് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. അപ്പം
അപ്പം എന്താ നീ ചിരിക്കണേ എന്ന് ദേവി ചോദിച്ചു. അല്ല ദേവി, എനിക്കിപ്പോൾ ജലദോഷമാണ്, നല്ല ജലദോഷമുണ്ട്. എനിക്ക് ഒരു തലയിൽ ജലദോഷം വന്നിട്ടേ സഹിക്കാൻ പറ്റില്ല. ദേവി പ്രത്യക്ഷപ്പെട്ടത് സഹസ്ര ശിരസുമായിട്ടാണ്. ഈ 1000 തലയിലും ജലദോഷം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് ചിരിച്ചതാന്ന് പറഞ്ഞു. ഓരോ വികടത്തരങ്ങളെ. അപ്പോഴ് ദേവി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു എന്നാ പറയുക. നീ വികടകവിയായിട്ട് പ്രസിദ്ധനാവട്ടെ. ആരും കണ്ടുപിടിക്കില്ല, എന്ത് വികടത്തരം പറഞ്ഞാലും ആരും കണ്ടുപിടിക്കില്ല. അപ്പോൾ ഇദ്ദേഹം ആദ്യമായിട്ട് ഒരു രാജസദസ്സിൽ ആസ്ഥാന കവിയായിട്ട് അപ്പോയിൻ്റ് ആയി. അപ്പോൾ അവിടെ ഭരിക്കുന്ന രാജാവല്ല, രാജ്ഞിയാണ്. രാജ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജധർമ്മങ്ങളെ പാലിക്കാത്ത ഒരാളാണ് ഈ രാജ്ഞി. എന്നെ സൗന്ദര്യത്തെ വാഴ്ത്തിപ്പാടൂ, എന്നെ സ്തുതിക്കൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കവിയോട് രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്ഞി പറയും ത്രേ, എന്നെ സ്തുതിച്ചിട്ട് ഒരു 2 വരി എഴുതിക്കേ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ കവി എഴുതി സംസ്കൃതത്തിൽ 2 വരികൾ. ഈ റാണിക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. അജ്ഞാനിയായിട്ടിരിക്കണം, രാജാവ് ജ്ഞാനിയായിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അജ്ഞാനിയായിട്ടുള്ള ഒരുവളായിരുന്നു ഈ രാജ്ഞി. അപ്പോൾ 2 വരി എഴുതി. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ദശരഥ നന്ദന സഖിവദനേ ഗണപതി വാഹന രിപുനയനേ. ഇത് പറഞ്ഞതും റാണി എങ്ങനെ ഉയർന്നു പൊങ്ങി. എന്താ സ്തുതി, സൗന്ദര്യമൊക്കെ വർണ്ണിച്ചു എന്നാണ് റാണിയുടെ വിചാരം. അങ്ങനെ ഈ സ്വർണ്ണ നാണയങ്ങളുടെ കിഴികൾ ഇങ്ങനെ കൊടുത്തു കവിക്ക്. സന്തോഷമായി എല്ലാവർക്കും. അവിടെ ആർക്കും ഒന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഒരാൾ ചോദിച്ചു, ഈ കവിയെ അടുത്ത് വിളിച്ചിട്ട്, നിങ്ങൾ റാണിയെ പുകഴ്ത്തി പാടിയ പാട്ട് വളരെ ഗംഭീരമായി, എന്താ അതിൻ്റെ അർത്ഥം, അതൊന്നും എനിക്ക് പറഞ്ഞു തരൂ. അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, ദശരഥ നന്ദനൻ ആരാ? ശ്രീരാമൻ. ശ്രീരാമൻ്റെ സഖാവ് ആരായിരിക്കും? ഹനുമാൻ. ഹനുമാന്റെ വദനമുള്ളവളെ കുരങ്ങീന്നാണ് മുഖത്തോക്കി വിളിച്ചിട്ടുള്ളത്. ഗണപതി വാഹന രിപുനയനെ. അടുത്ത വരി ഗംഭീരം. ഗണപതി വാഹന ആരാ? മുഷികൻ. മുഷികന്റെ ശത്രു ആരാ? പൂച്ച. പൂച്ചയുടെ നയനം കണ്ണുള്ളവളെ. അപ്പൊ പൂച്ചക്കണ്ണീന്ന് കുരങ്ങീന്ന് മുഖത്ത് നോക്കി വിളിച്ചപ്പോൾ റാണി ഇത്രയധികം അദ്ദേഹത്തിന്റെ വരം അനുഗ്രഹം കൊണ്ടാണ് ഇതൊന്നും പിടിക്കപ്പെടാണ്ടിരുന്നതെന്നുള്ള വേറെ വസ്തുത. പക്ഷേ അജ്ഞാനികളായിരുന്നു, അതുകൊണ്ട് അഹങ്കാരം വന്നു പോയി എന്നുള്ളതാണ് ഈ രാജസദസ്സിലുള്ളവർക്കൊക്കെ. അതുകൊണ്ട് പൃഥു ഇവിടെ രാജാവായിട്ട് അപ്പോയിന്റ് ചെയ്യുമ്പോഴേക്കും സ്തുതിപാഠകന്മാരെത്തി ഇങ്ങനെ സ്തുതിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ദയവ് ചെയ്ത് ഈ സ്തുതി ഒന്ന് നിർത്തുക. ഈ സ്തുതിക്കണവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ്. അവരിവിടെ വന്ന് ഗംഭീരമായിട്ട് സ്തുതിക്കുക, അപ്പുറത്ത് പോയിട്ട് ദൂഷ്യം വല്ലതും പറയും. അങ്ങനെയല്ല, ഇനി നിന്ദിക്കണവരാണ്, അപമാനിക്കണവരാണെന്നുണ്ടെങ്കിൽ അവരെ ഒരു പൈസ കൊടുത്തിട്ട് അപ്പോയിന്റ് ചെയ്യണം, ശമ്പളം കൊടുക്കണം അവർക്ക്. കാരണം നമ്മുടെ അഹങ്കാരം പൊന്തുമ്പോൾ അവരൊരു സഹായമായിട്ടിരിക്കും. ഈ സ്തുതിയിൽ ഭ്രമിച്ച് എത്ര പേര് അഹങ്കരിച്ചു കളയണു. അതുകൊണ്ട് പൃഥു മഹാരാജാവ് നോക്കൂ, അതിലൊന്നും അഭിരമിക്കാത്ത, അതിനൊന്നും ഒരു വാല്യൂം കൊടുത്തിട്ടില്ല അദ്ദേഹം പ്രവൃത്തിയിലാണ് അദ്ദേഹത്തിൻ്റെ. ശരിക്കും ഭാരതം എന്നുള്ള ആ ഒരു ശബ്ദത്തെ മഹത്വപൂർണ്ണമാക്കാൻ ഒരു ആദ്യ രാജാവ് 7 ഭൂഖണ്ഡങ്ങളെയും ഭരിച്ച കഥയാണ്. ഒരു ദേശത്തിന് മാത്രമോ ഒരു രാജ്യത്തിന് മാത്രമല്ല പൃഥുരാജാവ് എന്ന് പറയണത്. അതിന് ആ സംസ്കാരം ഈ ഭാരതത്തിൽ ജനിക്കാനാണ് എല്ലാവരും കൊതിക്കണത്. കാരണം ആ രാജാക്കന്മാർ രാജധർമ്മം അനുഷ്ഠിച്ച മാതൃകകളാണ്. ഒരിക്കൽ രാമതീർത്ഥസ്വാമികൾ തൻ്റെ അമേരിക്കൻ പര്യടനമൊക്കെ കഴിഞ്ഞിട്ട് ഭാരതത്തിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം പ്രഭാഷണവും സത്സംഗങ്ങളും ഒക്കെ ചെയ്ത് കിട്ടിയിട്ടുള്ള ആ സമ്പാദ്യം മുഴുവൻ ഇവിടെയുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു, അതൊക്കെ കൊടുത്തു. പക്ഷെ കയ്യിൽ ഒന്നു മാത്രം ബാക്കിയായി, അമേരിക്കയിലെ വസ്ത്രം. ഒരു വസ്ത്രം മാത്രം സ്വാമിജിയോട് ആരും ചോദിച്ചില്ല, അദ്ദേഹം കൊടുത്തില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിന് ആ വസ്ത്രം ഒന്ന് ധരിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു മോഹം തോന്നി പോലും. അങ്ങനെ ആ വസ്ത്രം എടുത്ത് അദ്ദേഹം ധരിച്ചു. ആ സൂട്ടും കോട്ടും ഒക്കെ അതൊക്കെ ഇട്ടു, ചെരുപ്പ് ധരിച്ചു, എല്ലാം ധരിച്ചു. പക്ഷേ എന്തോ തലപ്പാവ് മാത്രം അത് ധരിക്കാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ആ രാമതീർത്ഥ സ്വാമി നമ്മുടെ ഭാരതത്തിൻ്റെ തലപ്പാവ്, പക്ഷേ ഇട്ടിരിക്കുന്ന വസ്ത്രം മുഴുവൻ അമേരിക്കൻ വസ്ത്രം, തലപ്പാവ് മാത്രം നമ്മുടേത്. അങ്ങനെ ധരിച്ചു പോകുമ്പോൾ ആളുകളൊക്കെ ചിരിക്കാൻ തുടങ്ങി. ഇതിപ്പോൾ എന്താ, എല്ലാം ഇടുകയാണെങ്കിൽ കൃത്യമായിട്ടുണ്ടാവും, ഇതെന്താ ഇങ്ങനെ ചെയ്തിരിക്കണത്? പക്ഷേ സ്വാമിയോട് ഒരു ഭക്തൻ വന്ന് ചോദിച്ചു, സ്വാമി അങ്ങ് എന്താണ് ഈ തലപ്പാവ് മാത്രം അമേരിക്കയുടെ ധരിക്കാത്തത്, ഭാരതത്തിൻ്റെ ആണല്ലോ വെച്ചിരിക്കണത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാമൻ്റെ ശിരസിലെന്നും ഭാരതം മാത്രമാണ്, അമേരിക്ക വേണമെങ്കിൽ കാലി കടന്നോട്ടെ എന്നുള്ളതാണ്. നോക്കൂ, ആ ഒരു വാക്കുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ ഒന്നിനെ മോശമാക്കിയിട്ടില്ല, നമ്മുടെ സംസ്കാരത്തെ എത്രമാത്രം ഉൾക്കൊണ്ടു. അപ്പം പ്രവൃത്തിയിലാണ് കാര്യം.
അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് കാര്യമില്ലെന്ന് പൃഥു അതാണ് പറഞ്ഞത്. സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ ഇനിയും അസ്പഷ്ട ഗുണ, എൻ്റെ ഗുണങ്ങളെ ഞാൻ പ്രകടമാക്കിയിട്ടേ ഇല്ല. അതിനു മുമ്പ് ഈ സ്തുതി ഇങ്ങനെ തുടങ്ങിയല്ലോ. അസമ്മാനാത് തപോവൃത്തി സമ്മാനാത് തപക്ഷയ. ഈ പുകഴ്ത്തും തോറും തപസ് ക്ഷയിക്കും അത്രേ. അസമ്മാനം ചെയ്താലോ നമ്മുടെ കുറ്റവും കുറവും അപ്പപ്പ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തപസ് തപോവൃദ്ധി, തപസ് വർദ്ധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ എൻ്റെ ഗുണങ്ങളെയൊക്കെ പ്രകടമാക്കാത്തതിന് മുമ്പ് നിങ്ങൾ സ്തുതിച്ച്, ഇനി ഞാൻ നിങ്ങൾ സ്തുതിച്ച പോലെയൊന്നും എൻ്റെ പ്രവൃത്തിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ബുദ്ധിഭേദമുണ്ടാവും. അപ്പം അങ്ങനെയല്ലേ ശ്രമിക്കണത്? ഒരു അധ്യാപകൻ ഞങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരാളവിടെ മരിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പറയുക കർമ്മയോഗിയായിരുന്നു എന്ന്. വാസ്തവത്തിൽ ഇതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കർമ്മം എന്താണ്, യോഗം എന്താണ്? അപ്പം സകല തോന്നിയവാസങ്ങളും ചെയ്ത ഒരാൾ മരിച്ചു പോയാലും ഇത് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പം പൃഥു ഈ സ്തുതിയിലൊന്നും അഭിരമിച്ചില്ല. അപ്പം എന്താണോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, അദ്ദേഹം ചെയ്ത് കാണിച്ചു തരും. മാതൃകാ പുരുഷനായിരുന്നു പൃഥു എന്നാണ് പറയണത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇവിടെ പൃഥുവിൻ്റെ സംസ്കാരങ്ങളെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ദൃഢവ്രത സത്യസന്ധോ ബ്രഹ്മണ്യോ വൃദ്ധസേവക ശരണ്യ സർവഭൂതാനാ മാനദോ ദീനവത്സല മാതൃഭക്തി പരസ്ത്രീഷു പത്ന്യാമർദ്ദ ഇവാത്മന പ്രജാസു പിതൃവത്സ്നിഗ്ധ കിംകരോ ബ്രഹ്മവാദിനാം ദേഹിനാം ആത്മവത് പ്രേഷ്ഠ സുഹൃദാം നന്ദിവർദ്ധന മുക്തസംഗ പ്രസംഗോയം ദണ്ഡപാണിരസാദുഷ്. അപ്പം ഇങ്ങനെ ഇത്രയും നേരം വേനൻ്റെ ദുസ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പം പൃഥുവിൻ്റെ സംസ്കാരങ്ങളെക്കുറിച്ചാണ് പറയണത്. പൃഥുവിൻ്റെ പോസിറ്റീവ്സ് ഒക്കെ പറയണേ. ശരിക്കും ഒരു ധർമ്മത്തിനൊരു മൂർത്തി ഉണ്ടെങ്കിൽ രാമോ വിഗ്രഹവാൻ ധർമ്മ നമ്മൾ പറയും. അല്ലാതെ രാമൻ ഈക്വൽ ടു ധർമ്മം എന്ന് എഴുതില്ല. ഇനി ധർമ്മം ഒരു രൂപം എടുത്തിട്ടുണ്ടെങ്കിൽ അത് രാമനാണ് എന്ന് പറയണ പോലെ ആ ധർമ്മത്തിൻ്റെ ഉത്തമ മാതൃക. പിന്നെയോ പറയണത് സാധു സത്യപരാക്രമ എന്ന് പറയും രാമനെ. സത്യപരാക്രമനാണ് രാമൻ. ആരുടെ പരാക്രമത്തെയാണോ ഒരിക്കലും അതിക്രമിക്കാൻ സാധിക്കാത്തത്, അത് സത്യപരാക്രമൻ. അതുപോലെയായിരുന്നു രാജാവ്. മറ്റു ഭൗതിക സാഹചര്യങ്ങളിലൊന്നും ഭ്രമിക്കാതെ തനിക്കെന്ത് ചെയ്യാൻ പറ്റും അതിനെ തന്നെ ശ്രദ്ധിച്ച് അതിനെ വളരെ വലുതായിട്ട് കണ്ട്, ഉത്കൃഷ്ടമായിട്ട് കണ്ട് ഭരണം കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. രാജാ സർവസ്യ ലോകസ്യ. ഈ ഒരു ദേശത്തിന് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മാതൃക. പൃഥു നേരത്തെ പറഞ്ഞ പോലെ 7 ഭൂഖണ്ഡങ്ങൾക്കും രാജാവായിട്ടിരുന്നു, മാതൃകയായിട്ടിരുന്നു. അങ്ങനെ ആ മാതൃകാ പുരുഷോത്തമൻ ധർമ്മിഷ്ഠനായ നമ്മുടെ പൃഥു മഹാരാജാവ് ആ സിംഹാസനത്തിലെത്തി ഇങ്ങനെ ഭരിച്ചു തുടങ്ങി രാജ്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ പറയണു, ഈ ഭൂമി പാലനത്തിന് ഒരുങ്ങിയപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടെ വെള്ളമില്ല, ഭക്ഷണമില്ല, ഭൂമി വേണ്ട വിധത്തിൽ കായ്ക്കവും പൂക്കവും ഒന്നും ചെയ്യണില്ല, കൃഷിയൊന്നും വേണ്ട രീതിയിൽ ഒരു അഭിവൃദ്ധിയും കാണാനില്ല രാജ്യത്ത്. അപ്പം ഞാൻ ധർമ്മിഷ്ഠനായിട്ട് ഇരുന്നിട്ട് കൂടി ഇവിടെ ഭൂമി പാലനം എന്നുള്ളത് വളരെ കഷ്ടം. ഈ പ്രജകളൊക്കെ ദുഃഖത്തിൽ വന്നിട്ട് രാജാവിനോട് പറയുക, ഞങ്ങൾ എന്താ ചെയ്യുക, ഞങ്ങൾ പട്ടിണിയിലാണ്, ഞങ്ങളെ രക്ഷിക്കണം. ഒരു പിതാവിനോട് പുത്രന്മാർ വന്ന് അപേക്ഷിക്കണ പോലെ ഈ പൃഥു മഹാരാജാവിനോട് ഈ പ്രജകളൊക്കെ വന്നിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങുക, എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോഴാണ് പൃഥുവിന് കുറച്ച് ദേഷ്യം വന്നു. കാരണം വേണ്ട വിധത്തിൽ ഭരിച്ചിട്ടും ഈ ഭൂമി ഇതിനൊക്കെ അടക്കി വെച്ചിരിക്കണമല്ലോ, ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് തൻ്റെ ധനുസും എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ഭൂമി അതാ ഓടുന്നു, മുമ്പിൽ പൃഥു പുറകിലും ഓടുന്നുണ്ട്. ഭൂമി ഗോരൂപം ധരിച്ചിട്ടാണ് ഓടിയത് എന്നാണ് പറയണത്. ഭൂമി ഒരു പശുവിൻ്റെ രൂപം സ്വീകരിച്ചിട്ട് ഇങ്ങനെ മുമ്പിൽ ഓടുന്നു, പൃഥു പുറകെ ഓടുന്നുണ്ട്. ഭൂമി ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയേണ്ട, സ്ത്രീകളെ വധിക്കാൻ പാടില്ല. ഭൂമിക്ക് ഭയന്നു, പൃഥുവിനെ ഭയമായി ഭൂമിക്ക്. അപ്പോൾ ഭൂമി പറയാണ് വധിക്കാൻ പാടില്ല. ഇതേ ഒരു സാഹചര്യം നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. 12 വയസ്സുള്ള രാമലക്ഷ്മണാദികളെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ വനത്തിലേക്ക് അയച്ചു. ആ സമയത്ത് ഈ വനത്തിനെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക. മഹർഷി, ഇവിടെ ഒരു ഘോരരൂപിണിയായിട്ടുള്ള ഒരു രാക്ഷസി ഇവിടെ ഉണ്ട്, ഇപ്പോൾ വരും. അങ്ങനെ ആ രാക്ഷസി വരികയാണെന്നുണ്ടെങ്കിൽ നീ എന്തു ചെയ്യണം, ആ രാക്ഷസിയുടെ മാറിലേക്ക് ബാണം അയച്ചു കൊള്ളണം. ഇങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ കൊടുത്തു വെച്ചു. അത് പറഞ്ഞു തീരണതിന് മുമ്പേ അതാ വരുന്നു താടക. ആദ്യം രാമന് ഹരിശ്രീ കുറിക്കേണ്ടതാണ് യുദ്ധരംഗത്തിൽ. രാമനോ അസ്ത്ര നൈപുണ്യം കൂടുതലുള്ള ആളാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് താടക വന്നു. താടകയെ വധിക്കാൻ പറഞ്ഞു മഹർഷി. പക്ഷേ രാമൻ പറയാണ്, അല്ലയോ ഗുരുനാഥ, സ്ത്രീവധം ശ്രുതത്തിനും ശീലത്തിനും കീർത്തിക്കും യോജിച്ചതല്ല, ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ്. ആ ഒരു നിലപാടിലേക്ക് രാമൻ വന്ന പോലെയാണ്.
അപ്പോൾ വിശ്വാമിത്ര മഹർഷി വിചാരിച്ചു, ഈ കുട്ടി വളർന്ന് വലുതായിട്ട് വേണം രാവണനെ വധിക്കാൻ. ഇപ്പം തന്നെ പറയണത് ഞാൻ വധിക്കില്ല. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു, എന്താണ് പ്രശ്നം? തെറ്റ് ചെയ്യണവൻ, അധർമ്മം ചെയ്യുന്നവൻ സ്ത്രീയാണോ പുരുഷനാണോ അതൊന്നും നോക്കണ്ട. അവിടെ മുഖം നോക്കാതെ ആക്ഷൻ എടുക്കാൻ പരിശീലിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ ക്ഷാത്ര തേജസ് ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തെളിഞ്ഞു വന്നു. അപ്പോൾ ഗുരുക്കന്മാർക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യമാണ്. അപ്പോൾ ഇവിടെ ഭൂമി പറയുകയാണ് സ്ത്രീകളെ വധിക്കരുത്. അപ്പോൾ പൃഥുവിന് എല്ലാ ധർമ്മങ്ങളും ശാസ്ത്രങ്ങളും അറിഞ്ഞവനാണ് പൃഥു. ആ പൃഥുവിനോടാണ് ഇത് പറയണത്. പൃഥു പറഞ്ഞു, എനിക്ക് വലുത് എൻ്റെ പ്രജകളാണ്. ഈ ധർമ്മം വിപരീതമായിട്ട് വന്നു കഴിഞ്ഞാൽ മുഖ്യധർമ്മത്തെ സ്വീകരിച്ചും ഗൗണധർമ്മത്തെ പരിത്യജിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുഖ്യധർമ്മം എന്ന് പറയുന്നത് പ്രജകളുടെ ക്ഷേമവും സംതൃപ്തിയും ഒക്കെയാണ്. അതിന് വിപരീതമായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ ഭൂമിയാണ്. രാജാവ് ഭൂമിയെയും പാലിക്കാൻ നിയോഗിക്കപ്പെട്ടവനാണ്. പക്ഷേ മുഖ്യധർമ്മം ഏതാണ്? പ്രജാപരിപാലനം. പ്രജകൾക്ക് വേണ്ടത് കൊടുക്കാത്തതാരാണ്? ഭൂമി. അപ്പം ഭൂമിയെ വസുതേ ത്വാം വധിഷ്യാമി എന്ന് പറഞ്ഞിട്ടാണ് പോണത്. ഞാൻ നിന്നെ എപ്പോൾ ശരിയാക്കി തരാമെന്ന്. അപ്പോൾ ഭൂമി ഇതൊക്കെ പറഞ്ഞ് പൃഥുവിന് ഒരു വിഷമം ഉണ്ടാക്കണ്ടെന്ന് കരുതി ഭൂമി വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് പൃഥുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ. എന്നിട്ട് പറയണു, നമ പരസ്മൈ പുരുഷായ മായയാ വിനസ്തനാനാ തനവേ ഗുണാത്മനെ നമസ്വരൂപാനുഭവേന നിർധുത ദ്രവ്യക്രിയാകാരക വിഭ്രമോർമയേ. ഭൂമി പറയാണ്, ശരിക്കും ഒരു വലിയ തത്വചിന്തയിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്തുതി. അപ്പോൾ ഭൂമി എന്തിനാ അപ്പം ഇങ്ങനെ സ്തുതിക്കണമെന്ന് തോന്നും. അതായത് ദ്രവ്യം, ക്രിയാകാരകം. ഒരു മനുഷ്യന് 3 തരത്തിലുള്ള വിഭ്രമങ്ങളാണത്രേ ഉണ്ടാവുക. സപ്തമസ്കന്ധത്തിൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ വ്യാഖ്യാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഭാവാദ്വൈതം, ക്രിയാദ്വൈതം എന്നൊക്കെ പറയുന്ന പോലെ ദ്രവ്യാദ്വൈതം, ഈ ദ്രവ്യങ്ങളൊക്കെ വാസ്തവമാണ് എന്നുള്ള ധാരണ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ സത്യമാണ്. ഇത് സത്യമാണ് എന്ന് ദ്യോതിപ്പിക്കുന്ന വസ്തുവിന് പുറകെ ചെല്ലാതെ ഇതൊക്കെ സത്യമാണെന്ന് കരുതുക. അത് ദ്രവ്യാദ്വൈതം. ക്രിയാദ്വൈതം, ഇനി എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ധാരണ. ഇനി അടുത്ത് പറഞ്ഞു കാരകം, ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണ് എന്നുള്ള ചിന്ത. ഇതൊക്കെ ഒരു മനുഷ്യനെ ശരിക്കും ഈ മായയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിന് അതീതമായിട്ട് ചെല്ലുവാൻ വേണ്ടി ഇപ്പം ഭൂമി ഇവിടെ ഒരു സ്തുതി ഇങ്ങനെ സ്തുതിക്കണു പൃഥുവിനെ വന്നിട്ട്. എന്താ കാരണം? എവിടെയെങ്കിലും ഒരു സ്തുതി അതിലൂടെ തത്വം വെളിവാക്കുക, ഒരു സന്ദർഭം ഉണ്ടാക്കുക, അതിലൂടെ പരമാത്മ തത്വം പറയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഭൂമി പറഞ്ഞു, ആരാണോ എന്നെ രക്ഷിക്കേണ്ടത് അയാൾ തന്നെ ഇപ്പം എന്നെ ശിക്ഷിക്കാൻ പുറപ്പെട്ടാൽ എന്താ ചെയ്യുക? നമ്മൾ ശ്രീരാമൻ്റെ കഥ പഠിച്ചിട്ടുണ്ട്. ശ്രീരാമനും ലക്ഷ്മണനും കൂടി സീതാന്വേഷണ സമയത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വില്ല് പതുക്കെ മൺതിട്ടയിൽ ചാരി വെക്കണു. അതൊരു തവളയുടെ മേലെയായിരുന്നു വെച്ചത്. ഒടുവിൽ വീണ്ടും അദ്ദേഹം എഴുന്നേറ്റിട്ട് ആ വില്ലെടുത്ത് നിവർത്തിയപ്പോഴാണ് മനസ്സിലായത് അതിൽ അടിയിൽ ഒരു തവളക്കുഞ്ഞ് കിടന്ന് കരയണു. അപ്പം തവളയോട് ചോദിച്ചു, നിനക്ക് ഈ വില്ല് അമർത്തുമ്പോൾ എന്ന് ഉറക്ക കരയായിരുന്നില്ലേ, എന്നെ വിളിക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പം തവള കുഞ്ഞു പറയാണ്, എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്ത് പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വരുമ്പോഴും നീ ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കണം. പക്ഷേ ആ ശ്രീരാമസ്വാമിയെ എനിക്ക് ഈ വിഷമം തരുമ്പോൾ ഞാൻ ആരെ പ്രാർത്ഥിക്കും? അപ്പോൾ പൃഥുവിനോട് ഭൂമിദേവി പറയാണ്, എന്നെ രക്ഷിക്കേണ്ട ആളെ എന്നെ ശിക്ഷിക്കാൻ ഒരുമ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ആരെ ഞാൻ ശരണാഗതി ചെയ്യും? അല്ലയോ രാജൻ, ഞാൻ എന്തുകൊണ്ടാണ്, അങ്ങക്ക് പ്രജകളോടുള്ള വാത്സല്യം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെയാണ് പുരാസൃഷ്ടാഹി ഔഷധയോ. ഈ ഔഷധികൾ, ഭൂമിയിലെ സകല സമ്പത്തും ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഇതിനെ ചൂഷണം ചെയ്യാതെ എല്ലാവരും സമമായിട്ട് ഇതിനെ അനുഭവിക്കാൻ വേണ്ടി ഭൂമി എന്ന സമ്പത്ത്. പക്ഷേ ചില ആളുകൾ അതിനെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു. ചോരീഭൂത എന്ന് പറഞ്ഞിട്ടുണ്ട്. വേനൻ മുതലായിട്ടുള്ള അധർമ്മികൾ ഇവിടെ ഇരുന്നിട്ട് ഇതിനെയൊക്കെ എന്ത് ചെയ്തു? സ്വന്തമാക്കാൻ എൻ്റെയാണ് സ്വാർത്ഥത അവിടെ കയറി വന്നു. അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ് വായു, നമുക്ക് എന്തോ ഓക്സിജനെ പിടിച്ചു വയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിലും അങ്ങനെ ഒരു സിസ്റ്റം വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് നമ്മുടെയാണോ പറഞ്ഞിട്ടുണ്ടാവും. അത്രയധികം സ്വാർത്ഥത വളർന്നു വരികയാണ്. അങ്ങനെ ഈ ഭൂമിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കണു. മണൽ കോരാൻ പാടില്ല പറഞ്ഞാൽ മണൽ കോരും, പുഴയിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുതെന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കും. പൃഥു കാണിച്ചു തരുന്ന ഒരു അനുഷ്ഠാനം നോക്കൂ. അപ്പം ഭൂമി എങ്ങനെയായി? ഭൂമി സ്വയം കേഴുകയാണ്. എന്ത് അധർമ്മമാണ് ഇവിടെ ചെയ്യണത്? എത്ര ക്ഷമിക്കുന്ന ആൾക്ക് ശക്തി കൂടുതലാണെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ കർക്കിടകം തൊട്ട് ചിങ്ങമാസം വരെ മഹാപ്രളയമുണ്ടായി.
ഈ പ്രളയത്തിനെതിരായിട്ട് ബില്ല് പാസ്സാക്കാൻ നമുക്ക് സാധിക്കുമോ? അതിന് സംസ്കാരം കൊണ്ടേ അതിനെ മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. ഭൂമിയെ സയൻസ്, ഇന്നത്തെ മോഡേൺ സയൻസ് ഒരു അബയോട്ടിക് കോമ്പണൻ്റ് ആയിട്ടാണ് പറയണത്, ജീവനില്ലാത്ത ഒരു വസ്തു, മണ്ണ്. പക്ഷെ നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രം അങ്ങനെയില്ല. സമുദ്രവസനേ ദേവി പർവ്വതസ്ഥന മണ്ഡിതേ വിഷ്ണു പത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറഞ്ഞ് അമ്മയായിട്ട്, ജീവനുള്ള ഒരാളായിട്ട് പ്രാർത്ഥിച്ചു. നമ്മളെയൊക്കെ താങ്ങി നിർത്തുന്ന ഒരു ശക്തി. ആ ശക്തിയെ ചില ആളുകൾ ഇത് എൻ്റേത് എനിക്കുള്ളതെന്ന് പറഞ്ഞ് സ്വാർത്ഥത കൊണ്ട് കീഴടക്കാൻ ശ്രമിച്ചപ്പോൾ പ്രകൃതി ദുരന്തങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഭൂമിദേവി തന്നെ വിചാരിച്ചു, ഇത് ഒരാൾക്ക് മാത്രമാണ് പോണത്, കുറച്ചാളുകളുടെ കയ്യിലേക്ക് മാത്രമാണ് ഈ സമ്പത്തൊക്കെ പോണത്, അത് പാടില്ല. അതുകൊണ്ട് അഗ്രസം ഒക്കെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് പറയുമ്പോൾ പറയും, നിർവീര്യ പൃഥ്വി നിരൗഷധി രസാഹ നീജാ മഹത്വം ഗത രാജാൻ ഓർത്ഥപരായണ പ്രതിദിനം വിപ്രാ വികർമ്മസ്ഥിതാഹ ഭാര്യാ ഭർത്തൃഷു ബദ്ധവൈര നിലയാഹ പുത്ര പിതൃദ്വേഷക. അതൊക്കെ കണ്ട് ധർമ്മോ വനം ഗച്ഛതി. നിർവീര്യ പൃഥ്വി, ഭൂമിക്ക് വീര്യമില്ല. ഇപ്പം പണ്ടത്തെ പോലെ ഇപ്പോൾ അമ്മ തന്നെ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് അതിൻ്റെ വിത്തൊക്കെ ഇങ്ങനെ താഴെ വീഴുമ്പോൾ നമ്മൾ അതിനെ അടിച്ചു വാരി എവിടെയെങ്കിലും ഇട്ടാൽ അത് മുളയ്ക്കും. അത് മുളച്ച് ധാരാളം മത്തനും കുമ്പളവും ഒക്കെ ഉണ്ടാവും. പടുവിത്ത് വീണ് മുളയ്ക്കാൻ നമ്മൾ കേട്ടിട്ടില്ലേ? ധാരാളം ഉണ്ടാവും. ഇന്ന് ഒരു വിത്ത് വാങ്ങിച്ചു വന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞ ശേഷം വെള്ളവും വളവും ഒക്കെ കൊടുത്താലും വേണ്ട രീതിയിൽ അത് തരണില്ല. നിർവീര്യ പൃഥ്വി നിരൗഷധി രസാഹ. ഔഷധങ്ങൾക്കൊന്നും ഒരു രസമില്ല, ഔഷധമേ കിട്ടാനില്ല. എൻ്റെ ഒരു അധ്യാപകൻ പറയാറുണ്ട്, നെല്ലിക്ക കിട്ടാനേ ഇല്ല, ചെവനപ്രാശം ധാരാളം കിട്ടാനുണ്ട് പറയും. അതുപോലെ ഔഷധങ്ങൾക്കൊന്നും വീര്യമില്ലാണ്ട് പോയി. നീജാ മഹത്വം ഗതാഹ. ആളുകളൊക്കെ നീചന്മാരെയാണ് മഹാത്മാക്കളായിട്ട് കാണുന്നത്. ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമികളോ ശ്രീനാരായണ ഗുരുദേവനോ ചട്ടമ്പി സ്വാമികളോ സന്യാസി ശ്രേഷ്ഠന്മാരോ ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ എത്ര പേരുണ്ടാവും അവരെ ദർശിക്കാനും നമസ്കരിക്കാനും വന്ദിക്കാനും ഒക്കെ ആയിട്ട്? വളരെ തുലവും കുറവായിരിക്കും. നേരെ മറിച്ച് ഒരു നേതാവോ മറ്റോ വന്നാൽ ലക്ഷം ആളുകൾ പിന്നാലെ പോവും. അപ്പോൾ ഈ ധാർമ്മിക മാർഗത്തിൽ ചരിക്കുന്നവരെ, നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശരിക്കും ഒരു രാജാക്കന്മാരാണ് അവർ. ഹിസ് ഹൈനസ് എന്ന് പറയും. ഇപ്പോൾ പണ്ട് ഹിസ് മെജസ്റ്റി എന്ന് പറയുന്ന പോലെ അവരാണ് ശരിക്കും ധർമ്മത്തെ പരിപാലിച്ച് നിലനിർത്തുന്നതിൽ വലിയൊരു ഘടകം. അപ്പം അവരെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഭൂമി പലതരത്തിൽ ഇങ്ങനെ വിഷമിക്കുകയാണ്. രാജാവൻ അർത്ഥപരായണ. രാജാക്കന്മാരൊക്കെ അർത്ഥപരായണന്മാരായിട്ട് തീർന്നു. ഒക്കെ അവനവൻ്റെ പോക്കറ്റ് നിറയ്ക്കാൻ, ഇനി നാട് മുടിഞ്ഞാലും വിരോധമില്ല, ഞങ്ങൾ നന്നായാൽ മതി എന്നുള്ള രീതിയിലേക്ക് പോയി. വേനനെ പോലുള്ള ഭരണകർത്താക്കളെ എത്രയെത്ര നമുക്ക് കാണാൻ സാധിക്കണം. അതിൻ്റെ പ്രതിരൂപങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ ഉണ്ടായി. ഇനിയോ പുത്ര പിതൃദ്വേഷക. മക്കളൊക്കെ മാതാപിതാക്കളെ ദ്വേഷിക്കാൻ തുടങ്ങി, ബഹുമാനിക്കാതായി. രാമൻ പറഞ്ഞു, അച്ഛന് വേണ്ടി ഞാൻ തീയിൽ ചാടാം, വിഷം കഴിക്കാം, പത്നിയെ ഉപേക്ഷിക്കാം, സഹോദരനെ ഉപേക്ഷിക്കാം, എല്ലാം ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ പറയണു ഇതുവരെയൊന്നും നമുക്ക് ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയായിട്ട് മാറി. ഇതൊക്കെ കണ്ടിട്ട് ധർമ്മം ഇവിടെ നിൽക്കാനേ ധർമ്മത്തിന് ധർമ്മോ വനം ഗച്ഛതി, കാട്ടിലേക്ക് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഭൂമി നിൽക്കുന്നത്. ഭൂമി ഗോരൂപം സ്വീകരിച്ചു. എന്തിനാ ഭൂമി ഗോരൂപം എടുത്തത്? വേറെ എത്ര മൃഗങ്ങളുണ്ടായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. പശുവിന് പ്രകൃതിയുമായിട്ട് അഭേദ്യമായിട്ടൊരു ബന്ധമുണ്ട്. പശു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പുല്ലും വക്കോലും ഒക്കെ കഴിച്ചു. അതിൻ്റെ ചാണകവും വെള്ളവും വളവും ഒക്കെ നമ്മൾ വീണ്ടും പ്രകൃതിയിലേക്ക് അത് വലിച്ചെടുത്ത് ചെടികൾ വീണ്ടും വളരണം. ശരിക്കും പ്രകൃതി ഈ സൈക്കിൾ ഏവം പ്രവർത്തിതം ചക്രം ഇത് നിലനിർത്തുന്നതിൽ പശു എന്ന് പറയണത് വലിയൊരു ഘടകമാണ്. ആധ്യാത്മികതയിൽ സകല ദേവതകളുടെയും ഇരിപ്പിടമായിട്ട് പറയും, ഗോമാതാവായിട്ട് പറയും. എങ്ങനെ നോക്കിയാലും പശു ഉപകാരപ്രദമാണ്, ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും. അതാണ് പശുവിൻ ഇവിടെ ഗോരൂപം എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ എല്ലാ മേഖലകളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകൃതിയെ. ഇപ്പോൾ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പൃഥു ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ, പക്ഷേ അതൊക്കെ എക്കോ ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല, ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ തന്നെ ഋഷിദർശികളായിട്ടുള്ള അല്ലെങ്കിൽ ദീർഘദർശികളായിട്ടുള്ള കവികൾ ഭൂമിക്ക് ചരമഗീതം പാടിവെച്ച് പോയി. ഭൂമിക്കൊരു ചരമഗീതത്തിൽ പറയണു, പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ, എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നതും കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമർക്കവേ
ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി. ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി. ഹരിത മൃദു കഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി. ഒടുക്കത്തെ ദാഹം നിൻ തിരുഹൃദയ രക്തം കുടിക്കാൻ. ഇഷ്ടവധുവാം നിന്നെ സൂര്യനണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി നിന്നഗ്നമേണിയിൽ നഖം താഴ്ത്തി അതിൽ നിന്നു തിരുമുതിരമവർ മോന്തി. ആടിത്തിമർക്കും തിമർപ്പുകളിലെങ്ങെങ്ങും ആർത്തലയ്ക്കുന്നു മൃതിതാളം. ആടിത്തിമർപ്പും തിമർപ്പുകളിലെങ്ങെങ്ങും ആർത്തലയ്ക്കുന്നു മൃതിതാളം. അവസാനം പാടി, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതേ ചെയ്തു വെക്കാൻ കഴിയുള്ളൂ. കാരണം ഇവരെയൊക്കെ നന്നാക്കാൻ വേണ്ടി തൂലിക ചലിപ്പിച്ചു നോക്കി, പക്ഷേ അധർമ്മത്തിൻ്റെ കൂത്തരങ്ങായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയെങ്കിലും ഈ പ്രകൃതി നൽകുന്ന പാഠങ്ങൾ, എത്ര ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായാലും മനുഷ്യൻ ഈ പ്രകൃതിയെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. വേനനൊക്കെ അതുകൊണ്ടാണ്. പ്രകൃതിക്ക് മേലെ അതിനെ അടിമയാക്കി വെച്ചു. അത് നമുക്കുള്ളതാണ്, നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ്. ഈ ഔഷധികൾ, ഈ സമ്പത്തുകൾ, ഇത് മുഴുവൻ എല്ലാവർക്കും ഉള്ളതാണെന്നുള്ള ധാരണ അവിടെ വരണില്ല എന്നുള്ളതാണ്. അതാണ് ആധ്യാത്മികത. അപ്പോൾ ശരിക്കും ഒരു ശാസ്ത്ര വിശകലനമാണ് ഭാഗവതം ഈ പൃഥുചരിതത്തിലൂടെ ചെയ്യണത്. അപ്പോൾ ഇതൊക്കെ ഭൂമി പറഞ്ഞപ്പോൾ ഭൂമി വീണ്ടും പറയാണ് പൃഥു മഹാരാജാവിനോട്, അങ്ങ് പ്രജാതൽപരനാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് അങ്ങേപ്പോലുള്ള ഭരണകർത്താക്കൾ ഇവിടെ വന്ന് വാഴുന്ന സ്ഥിതിക്ക് ഞാൻ എല്ലാം ഇതാ വിട്ടു തരികയാണ് എന്ന് പറഞ്ഞ വസുധ പൃഥു മഹാരാജാവിനോട്, ഈശ്വരനോട്, ഭഗവാന്റെ തന്നെ അവതാരം ആ പൃഥു മഹാരാജാവിനോട് പറഞ്ഞു, വത്സം കൽപ്പയമേ വീര ഏനാഹം വത്സലാത്തവ. ഒരു കറവക്കാരനെയും ഒരു പശുക്കുട്ടിയും കണ്ടുപിടിച്ച് കൊണ്ടുവരും, ഞാനെല്ലാം സമ്പത്തുകളും ഇതാ വിട്ടു തരാൻ പോകണമെന്ന്. ശരിക്കും ഇതിനൊരു താത്വികമായിട്ടുള്ള വശം എന്ന് പോയി കഴിഞ്ഞാൽ, ഒരു രാജാവിനെ തന്നെ കൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിമ്നോന്നതങ്ങളായിരിക്കുന്ന എല്ലാ ഭാഗങ്ങളെയൊക്കെ ശരിക്കും സമതലങ്ങളാക്കി മാറ്റി. അപ്പോൾ ഒരു രാജാവ് സമദർശിയായിരിക്കണം, സമ്യക് ദർശനം, സുദർശനം. ഒരു രാജാവിൻ്റെ ശരിക്കും ഒരു ധാർമ്മിക ചിന്തയെ ഇവിടെ ഒരു വാക്കിൽ, പശുക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഒരു കറവക്കാരനെയും കൊണ്ടുവന്നിട്ട് എല്ലാം വലിച്ചെടുത്തോളാൻ, കറന്നെടുത്തോളാനാണ് പറയണത്. എല്ലാവരും സ്വേ പാത്രേ, സ്വന്തം പാത്രത്തിൽ ഋഷിമുനിമാർ വേദങ്ങളെ കൊണ്ടുപോയി കറന്നെടുത്ത് കൊണ്ടുപോയി കാട്ടിലെ മൃഗങ്ങളൊക്കെ ചേർന്ന് സിംഹത്തെ പശുക്കുട്ടിയെ വത്സമാക്കി വെച്ചിട്ട് വേണ്ടത് കറന്നെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഈ കറക്കലെന്ന് പറഞ്ഞ് കറഞ്ഞെടുത്ത ഈ സമ്പത്തൊക്കെ എങ്ങനെയാണ് വരിക? അതിനർത്ഥം ഈ ഭൂമിയെ ഉഴുത് തയ്യാറാക്കി വീണ്ടും ശരിക്കും ഒരു കാർഷിക വ്യവസ്ഥിതി, സ്വയം പര്യാപ്തത ഈ കാർഷിക മേഖലയിൽ. ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന നട്ടെല്ല് എന്ന് പറയുന്നത് ഈ പ്രാഥമിക മേഖല എന്നൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ച കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയിൽ നിന്ന് നമ്മൾ അന്യമായി പോകുന്നതോടുകൂടി നമ്മൾ രോഗിയായിട്ട് മാറുക. ഇപ്പോൾ രാസവസ്തുക്കൾ അടിച്ചതും അല്ലാത്തതുമായിട്ടുള്ള ആഹാരാദികൾ ഇതൊക്കെ നമ്മൾ കഴിച്ച് വീണ്ടും അസുഖമായിട്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യുക. നമ്മൾ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ക്ലാസ്സിന് പോയപ്പോൾ ഒരു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ഇടയ്ക്ക് ഒരു ആന ചെരിഞ്ഞു, നിങ്ങൾ അറിഞ്ഞോന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. ആ ആന, സാധാരണ ആനകളൊക്കെ ഇങ്ങനെ ചെരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരണ്ട് കെട്ടൽ എന്നൊക്കെ പറയും, മലബന്ധം വന്നിട്ടാണ് അതിങ്ങനെ പോവുക, ചരിയാന്നൊക്കെയാണ് പഠിച്ചിരിക്കണത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തു നോക്കി, റിപ്പോർട്ട് എഴുതി. പക്ഷെ എന്തോ സംശയം വന്നപ്പോഴാണ് വീണ്ടും അതിൻ്റെ വയറ് കീറി നോക്കി. അപ്പോഴാണ് അതിൻ്റെ കുടലിൽ വലിയ പ്ലാസ്റ്റിക്കാണ് ചുറ്റി കിടക്കണത്. എന്നാലോചിച്ചു, മനുഷ്യൻ ചെയ്യണ ചെയ്തികൾ, മൃഗങ്ങളെ വരെ ദ്രോഹിക്കുക, സസ്യങ്ങളെ ദ്രോഹിക്കുക, അതിനൊക്കെ ജീവനുണ്ട്, അതിനൊരു പരിഗണന കൊടുക്കുക. കർമ്മയോഗത്തിൽ പരസ്പരം ഭാവ എന്താ, ആ പരസ്പര ആശ്രയത്വം എന്താ മനസ്സിലാക്കാത്തത്? അപ്പം ഇത് നമ്മുടെ ഒരു സഹോദരനെ പോലെ നമുക്ക് കാണാൻ കഴിയണില്ലല്ലോ എന്ന് ഭൂമി പോലും സങ്കടപ്പെടണമെങ്കിൽ എത്രത്തോളം എത്തി കാര്യങ്ങൾ. അപ്പം ഭൂമി പൃഥുവിൽ ശരിക്കും കാരുണ്യം ചൊരിഞ്ഞു എന്ന് തന്നെ പറയാം. അങ്ങോട്ടും പരസ്പരം ഭാവ എന്താ, ഭൂമി സഹായിച്ചാലേ അവിടെ ഭൂമിയുടെ ഒരു സഹായം വേണം, എന്നാലേ വിത്ത് മുളയ്ക്കുള്ളൂ. വിത്ത് എല്ലായിടത്തും കൊണ്ടിട്ടാൽ മുളയ്ക്കൂ. മരുഭൂമിയിലൊക്കെ മണ്ണുണ്ട്, അവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു പരിസരത്ത് അതിനുള്ള ഭൂമി അതിനു വേണ്ടി നമ്മളോട് സഹകരിച്ചു എന്നുള്ള അർത്ഥത്തിലേക്ക് ഇതിനെ വായിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ കറന്നെടുത്തു. പൃഥു അതിഗംഭീരമായിട്ട് രാജ്യം ഭരിച്ചു. ഗ്രാമാൻ പുരപ്പത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ വ്രജാൻ സശിബിരാനാകാൻ ഖേടഘർവടാൻ.
നമ്മൾ സിന്ധു നദീതട സംസ്കാരമൊക്കെ പഠിച്ചപ്പോഴാണ്, ഈ ഹിസ്റ്ററിയൊക്കെ പഠിച്ചപ്പോഴാണ് ആദ്യമായിട്ട് ഈ നഗര സംസ്കാരം അല്ലെങ്കിൽ മോഹൻജദാരോ ഹാരപ്പ തുടങ്ങിയിട്ടുള്ള സംസ്കാരവും അവരുടെ സംവിധാനങ്ങളൊക്കെ പഠിച്ചപ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട്. മനുഷ്യൻ കാട്ടിൽ നിന്നും ഇത്രയും വലിയ വികസനത്തിലേക്ക് ഇതൊക്കെ ഉപയോഗിച്ച് ഈ സാധ്യതകളെയാണ് ഈ കറന്നെടുത്ത പാല് എന്ന് പറയുന്നത്. ഈ സാധ്യതകളെയാണ്. എന്തൊക്കെ അവസരങ്ങൾ ഈ ലോകത്തുണ്ട്, അതാത് കറന്നെടുക്കാൻ നമുക്ക് കഴിയണം. അപ്പം മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള വളർച്ചയിൽ ശരിക്കും അഭിമാനം തോന്നിയിട്ടുണ്ട്. പക്ഷേ അതാണ് ആദ്യം തുടങ്ങി വെച്ചതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഭാഗവതം എടുത്ത് പരിശോധിച്ച് നോക്കൂ. പൃഥുവിൻ്റെ ഭരണകാലത്ത് ഗ്രാമങ്ങൾ, പത്തനാനി വലിയ പട്ടണങ്ങൾ, പുരാൻ ചെറിയ പട്ടണങ്ങൾ, ശിബിരാൻ സൈനിക താവളങ്ങൾ, ഖേഡഗർവടാൻ ബിസിനസ് സെൻറ്റേഴ്സ്, ഇത്രയധികം വലിയ വലിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ വളർച്ച എന്ന് പറയുന്നത് ഇന്നത്തെ വളർച്ച പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാണെങ്കിൽ അന്നത്തെ വളർച്ച മനുഷ്യനും പ്രകൃതിക്കും ഒരു തരത്തിലുള്ള കോട്ടം ഉണ്ടാക്കാത്ത രീതിയിൽ, അതാണ് നേരത്തെ പറഞ്ഞ പോലെ എക്കോ ഫ്രണ്ട്ലി. അതാണ് പൃഥുവിൻ്റെ ധർമ്മം. അപ്പോൾ ഒരു രാജാവായിട്ട് എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഏർപ്പെടുത്തണം. പക്ഷേ അതൊക്കെ ഒന്നിനും നമ്മളിൽ നിന്ന് അന്യമായ ഒരു ജീവിക്കും വിഷമം വരാത്ത തരത്തിൽ പൃഥു അത് അനുഷ്ഠിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഗംഭീരമായിട്ട് ഭാഗവതം പറയും. അതിനുശേഷം ഒരു രാജാവ് ഈ പ്രജകളുടെ ഭൗതികമായിട്ടുള്ള അഭ്യുന്നതി മാത്രം നോക്കിയാൽ പോരാ, ആത്മീയ സംസ്കാരം കൂടി അവിടെ വളർത്തണം. അതാണ് രാജധർമ്മം. അപ്പോൾ പൃഥു അതിനു വേണ്ടിയിട്ട് യാഗം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ യാഗം ചെയ്തു, അശ്വമേധ യാഗം ചെയ്തു. യാഗങ്ങൾ ഇങ്ങനെ നീണ്ടു. 99ാമത്തെ യാഗം എത്തി. അപ്പോഴാണ് 100 യാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രപദവി കിട്ടും. അപ്പോൾ ഇന്ദ്രൻ ഇത് എപ്പോഴാണ് ആരാ യാഗം ചെയ്യണേ, ആരാ തപസ് ചെയ്യണേ എന്നൊക്കെ നോക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പൃഥുവാണ് അടുത്തത് യാഗം ചെയ്യാൻ പോകണം. അപ്പോൾ ഇന്ദ്രൻ എല്ലാ ഗേറ്റും ക്ലോസ് ചെയ്താൽ ഏതെങ്കിലും ഒരു ഗേറ്റിലൂടെ വന്നിട്ട് ആ അശ്വത്തെ അപഹരിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇവിടെ എത്ര പ്രാവശ്യം 99 യാഗം കഴിഞ്ഞു, 100ാമത്തെ യാഗം പര്യവസാനിപ്പിക്കാനേ പറ്റാതായി. ഏതെങ്കിലും ഒരു ഗേറ്റിൽ കൂടെ വന്ന വേഷപ്രജന്നനായിട്ട് വന്നിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇത് കുറേ പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ പൃഥുവിൻ്റെ പുത്രൻ ഇത് ചെയ്തത് കണ്ടു. ഈ ദേവേന്ദ്രൻ ഇങ്ങനെ ചെയ്യണമല്ലോ. ദേവലോകത്ത് പോയിട്ട് ആ അശ്വത്തെ ഇന്ദ്രനെ തന്നെ വധിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനോട് യുദ്ധത്തിനാണ് പോയത്. അവിടെ പോയപ്പോഴേ ഒരു സന്യാസിയുടെ രൂപം ധരിച്ചു പോയി. അപ്പോൾ പൃഥുവിൻ്റെ പുത്രൻ എന്ത് ചെയ്തു? സന്യാസി. ആ ശ്രേഷ്ഠത അവിടെ വ്യക്തമാക്കി. അപ്പോൾ ദേവലോകത്ത് പോലും ഇങ്ങനെ. അപ്പോൾ ഭൂമി എത്രമാത്രം, നമ്മളിവിടേക്ക് ഭാരതഭൂമിയിൽ പുന്താനം ജ്ഞാനപ്പാനയിൽ പറയും, കർമ്മങ്ങൾക്കു വിളഭൂമിയാകിയ ജന്മദേശം ഈ ഭൂമി എറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും എവിടേക്ക് പോകണം? ചെമ്മേ മറ്റെങ്ങും സാധീയ നിർണയം, ഇവിടെ തന്നെ വരണം. ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള വേറൊരു സ്ഥലത്തും അത് പറ്റില്ല. അപ്പോൾ ദേവന്മാർ പോലും ഇവിടെ ജനിക്കാൻ കൊതിക്കണമെന്ന് പറയുമ്പോൾ ഭാരതത്തിലെ രാജാക്കന്മാർക്ക് കൂടി എത്രയധികം സംസ്കാരങ്ങളുണ്ട്. അപ്പോൾ പൃഥുവിൻ്റെ പുത്രൻ ഈ സന്യാസിയെ വെറുതെ വിട്ടു, ദേവേന്ദ്രനെ വെറുതെ വിട്ടിട്ട് അശ്വത്തിനെ തിരിച്ചു കൊണ്ടുവന്നു. പക്ഷെ വീണ്ടും ഈ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് എന്താ സംഭവിച്ചത്? വീണ്ടും ഇന്ദ്രൻ വന്നിട്ട് കുതിരയെ മോഷ്ടിച്ചിട്ട് പോയി. ഇതൊക്കെ പൃഥുവിനെ കോപാകുലനാക്കി. ഇന്ദ്രപദവിക്ക് വേണ്ടിയിട്ടൊന്നും അല്ല അദ്ദേഹം യാഗം ചെയ്യാൻ തീരുമാനിച്ചത്. ഒരു യാഗം നടക്കുമ്പോൾ, ഒരു യജ്ഞം നടക്കുമ്പോൾ, ഇതുപോലെ വലിയൊരു സത്രം നടക്കുന്ന സമയത്തും അതിൽ ഒരാൾ മാത്രമല്ല, ഈ ഒരു ഭൂതയജ്ഞമാണ്. നരയജ്ഞം, ഋഷിയജ്ഞം, ബ്രഹ്മയജ്ഞം, ഇതിലൂടെ പഞ്ചമഹായജ്ഞങ്ങൾക്കും ഇത് ഓരോരുത്തരും ഉപജീവനം. ഇവിടെ പന്തലുണ്ട്, ആ പന്തൽ കൊണ്ടിടാൻ സഹായിച്ചവർ, ഇവിടെ ചേറുകളുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ സംഭാവനയാണ്. അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന എത്രയോ ആളുകളുണ്ടാവും. ഇത് ഒരാൾക്ക് വേണ്ടി മാത്രം വക്താക്കൾക്കും ശ്രോതാക്കൾക്കും വേണ്ടി മാത്രമല്ല, ഇത് എല്ലാവർക്കും അനുഗ്രഹമാണ് എന്നുള്ളതാണ്. അപ്പം അതാണ് യാഗം. അല്ലാണ്ട് ഇന്ദ്രപദവിക്ക് കൊതിച്ചിട്ടല്ല പൃഥു ഇത് ചെയ്തത്. പക്ഷേ ഇന്ദ്രൻ ഓരോ നിമിഷം കൂടുന്തോറും ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ പൃഥു എന്ന് പറഞ്ഞു, നമുക്ക് വധിച്ച് കളയാം. അപ്പോൾ അത്രി മഹർഷി കാർമ്മികത്വത്തിൽ ഇരിക്കണ യാഗം അദ്ദേഹം പറഞ്ഞു, ഇന്ദ്രനോടുകൂടി ഹോമിക്കാം, ഇന്ദ്രനെ തന്നെ ഹോമിക്കാം. ഇതിലെന്തോ ഒരു ഗൂഢാർത്ഥം ഉണ്ടെന്ന് നമുക്ക് തോന്നും. ഇന്ദ്രൻ ഇന്ദ്രിയങ്ങൾക്ക് അധിപനാണ്. ഈ ഇന്ദ്രിയങ്ങൾക്ക് അധിപനായിട്ടുള്ള ഒരാളാണ് ഇന്ദ്രൻ. ഈ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പ്രശ്നം. കണ്ണ് പുറത്തേക്ക്, മൂക്ക് പുറത്തേക്ക്, നാക്ക് പുറത്തേക്ക്, ഈ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്താണ്. അപ്പോൾ പുറത്ത് അന്വേഷിക്കണത് ആരാ? കുതിരയെ കട്ടോണ്ട് പോകണം, കൂടെ വന്ന് കുതിരയെ മോഷ്ടിക്കണം. പ്രാണന്റെ സ്ഥാനമാണ്. ഇപ്പം പ്രാണൻ പഞ്ചേന്ദ്രിയങ്ങളെയും കൂട്ടുപിടിച്ചിട്ട് ശരിക്കും ഒരു രഥത്തിലേറി പോവാണ്. അല്ലെങ്കിൽ കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെ പോലെ ഇങ്ങനെ ഈ ഭൗതിക വിഷയങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തണോ, അന്തർമുഖത്വം വരണേ ഇല്ല അവിടെ. അപ്പം അതിനുവേണ്ടി ഒരു പാഠം. അതുകൊണ്ടാണ് ഇന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുതിരയെ മോഷ്ടിച്ചു എന്ന് പറയാനായിട്ട് കാരണം. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ എന്ത് ചെയ്യണം?
ഇപ്പോൾ കുതിരയെ മോഷ്ടിച്ച് ഇന്ദ്രനോട് കോപം തോന്നി ഇന്ദ്രനെ ഹോമിക്കാൻ പുറപ്പെട്ടു പൃഥു ക്രോധാകുലനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയണു, പൃഥു ശരിക്കും ഒരു സ്ഥാനമോഹി ആയിരുന്നില്ല, നമുക്കറിയാം. ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. ഇന്ദ്രൻ ഒരു വൃത്തിയാണെന്ന് പറഞ്ഞല്ലോ. ഈ വൃത്തികളോടൊന്നും നമ്മൾ, ഈ അന്ധകരണ വൃത്തികളോടൊക്കെ നമ്മൾ യുദ്ധം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അതിനെതിരെ പോയിട്ട് പടവാളെടുത്തിട്ട് കാര്യമില്ല. ഇന്ദ്രൻ ഇന്ദ്രിയനാഥനാണ്. അപ്പം അതിനെതിരെ ഈ കണ്ണിനോട് യുദ്ധം ചെയ്യാൻ പോയിട്ടും, അതിനോടുള്ള വിഷയങ്ങളോട് യുദ്ധം ചെയ്യാൻ പോയിട്ടുള്ളൂ, കാമത്തോട് യുദ്ധം ചെയ്യാൻ പോയിട്ടുള്ളൂ, ക്രോധത്തോട് യുദ്ധം ചെയ്യാൻ പോയിട്ടും ഒക്കെ തോറ്റുമടങ്ങിയവിടെ ചരിത്രവും നമ്മൾ പുരാണത്തിൽ പഠിക്കണ്ടേ. അപ്പോൾ യുദ്ധം ചെയ്തിട്ട് അവിടെ കാര്യമില്ല. ഇതിനെ തിരിച്ചുവിടണം. എവിടേക്ക്? ബ്രഹ്മാകാരത്തിലേക്ക്, ബ്രഹ്മസ്വരൂപത്തിലേക്ക് ഇതിനെ തിരിച്ചുവിടാൻ കഴിയണം. അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞു. എന്തിനാപ്പം 100 തികയ്ക്കേണ്ട ആവശ്യം? ഏകോന ശതകൃത്വമായിട്ട് നിൽക്കട്ടെ. നവനവതി. ചിലപ്പോൾ പൂർണ്ണമായ അതിൻ്റെ ഒരു അഹങ്കാരം വരും, അതിൻ്റെ ഒരു അഭിമാനം വരും. അതൊന്നും വേണ്ട. എല്ലാ ധർമ്മങ്ങളും അറിഞ്ഞവനെ എന്തിനാണ് ഇതൊക്കെ എന്നുള്ള ഒരു രീതിയിൽ പതുക്കെ നീ യാഗമൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഭഗവാൻ വന്നു പൃഥുവിന് തൻ്റെ തന്നെ അവതാരമായിട്ടുള്ള ഭഗവാൻ ദർശനം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പൃഥുവിനോട് ചോദിക്കുന്നു, എന്താണ് നിനക്ക് വരം വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിച്ച പോലെ തന്നെ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു, ഒന്നും വേണ്ട. ആരെങ്കിലും ഭഗവാനെ, കൈവല്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ മുന്നിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും നരകത്തിലേക്ക് നയിക്കുന്ന വരങ്ങൾ ചോദിക്കൂ. അപ്പം വിവേകികളായിട്ടുള്ള മനുഷ്യന്മാർ ഒരിക്കലും അത് ചെയ്യില്ല. വരാൻ വിഭോ തത് വരദേശ്വരാത്ഭുത കഥം വൃണീതേ ഗുണവിക്രിയാത്മനാം യേ നാരകാണാം അഭിസന്ധിദേഹിനാം താനീശ കൈവല്യ പദേ വൃണേന ചാം. കൈവല്യമൂർത്തിയെ കണ്ടു, അത് തന്നെ വലിയ ഭാഗ്യം, അത് തന്നെയാണ് എൻ്റെ വരം. പക്ഷേ ഭഗവാനെ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ന കാമയേ, ഒരു മറ്റു കാമങ്ങളൊന്നുമില്ല, മറ്റ് ആഗ്രഹങ്ങളൊന്നുമില്ല. എന്താണ് പറയണത് എന്ന് ചോദിച്ചാൽ, എനിക്കൊരു 10,000 ചെവി തരൂ. വിദ്വത്സ കർണായുധമേഷമേ വരാഹ. എനിക്കൊരു 10,000 ചെവി തരും. എന്തിനാ 10,000 ചെവി? 2 ചെവി ഉണ്ടായിട്ടേ ഈ ഭഗവാനിലേക്കുള്ള ഭക്തിയും ശ്രദ്ധയും ഉണ്ടാവുന്നില്ല. 10,000 ചെവി എന്തിനാ പൃഥു ചോദിക്കണത്? ഈ 10,000 ചെവിയിലൂടെയും മറ്റു വിഷയങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടല്ല പൃഥു ചോദിക്കണത്, ഭഗവത് കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്, അതിൽ അഭിരമിക്കാൻ, ഭഗവത് കീർത്തനങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് 10,000 ചെവി. ഭഗവാനോട് പറഞ്ഞു, വേറെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എന്നെ ഇനി ഭഗവത് കഥകൾ കേൾക്കാൻ പറ്റാത്ത ഇടത്തിൽ കൊണ്ട് ജനിപ്പിക്കാതിരുന്നാൽ മതി. അവിടെ ഒരു ജന്മം എനിക്ക് വേണ്ട. എവിടെ സജ്ജന സംഘമില്ലേ അവിടെ ഒരു ജന്മം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഭഗവാനെ അങ്ങനെ ശരണാഗതി ചെയ്തു. അതിനുശേഷം പൃഥു ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു സജ്ജന സംഘം പൃഥുവിന് ലഭിക്കുന്നത് എന്നുള്ളത്. സനകാദി മഹർഷിമാർ, സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാർ ആദിയായിട്ടുള്ള മഹർഷിമാർ ഇവിടെ പൃഥുവിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പൃഥുവിൻ്റെ ഗൃഹത്തിലേക്ക് വന്നു. അതാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയില്ലേ, അതിനുള്ള ഒരു പവിത്രത ഇവിടെ എടുത്ത് കാണിക്കണം. നമ്മളൊക്കെ സജ്ജന സംസർഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സത്സംഗത്തിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോകണു. പക്ഷെ പൃഥുവിനത് വീട്ടിൽ കിട്ടും. അതെങ്ങനെയാണ് കിട്ടണത്? പൃഥു അനുഷ്ഠിച്ചിട്ടുള്ള ആ നന്മകൾ, ആ ധാർമ്മിക കാര്യങ്ങൾ കൊണ്ട് ഇവരെല്ലാവരും ഭഗവത് യോഗാചാര്യന്മാരായിട്ടുള്ള സനകാദികൾ പൃഥുവിൻ്റെ വീട്ടിലേക്ക് വന്നു. എന്നിട്ടോ അവിടെ ഇരുന്ന് രാജാവും പൃഥുവും സനകാദികളും കൂടി സംസാരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ വരുന്ന സമയത്ത് തന്നെ പൃഥു മഹാരാജാവ് പറയണ, അധന അഭിതേ ധന്യാഹ സാധവോ ഗൃഹമേദിനഹ. ഈ സാധുക്കളൊക്കെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ തന്നെ വീട് ഒരു തീർത്ഥക്ഷേത്രമായിട്ട് മാറും. ഈ ഭാരതം തന്നെ ഒരു തീർത്ഥക്ഷേത്രം എന്നാ പറയുക. ശരിക്കും ഒരു മഹാത്മാവിനോട് ഒരാൾ ചോദിച്ചു, ഇത്രേ, നമ്മുടെ ഹിന്ദുമതം ഇങ്ങനെയല്ലേ നശിച്ചത്? ഇപ്പം എവിടെ പോയാലും ഈ സപ്താഹമാണെങ്കിലും സത്രമാണെങ്കിലും ഒക്കെ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കണു, അന്നദാനം കൊടുക്കണു, അവിടെ അന്നദാനം ഇവിടെ അന്നദാനം, ഇതൊക്കെ തന്നെ കേൾക്കണു. മറ്റുള്ള മതങ്ങളിലുള്ളവരൊക്കെ ഹോസ്പിറ്റൽ കെട്ടണു, വീട് കെട്ടണു. ഇവിടെ ഇങ്ങനെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാരെ അല്ലെങ്കിൽ സജ്ജനങ്ങളെ കൊണ്ടുവന്ന് സത്സംഗം എന്ന് പറയണു. അതിൻ്റെ പേരിൽ എല്ലാവരും ഭക്ഷണം കഴിക്കണു, കിടന്നുറങ്ങണു. എന്തെങ്കിലും ഗുണം ഉണ്ടാവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ മഹാത്മാവ് പറഞ്ഞ മറുപടി നമ്മൾ ശരിക്കും കേൾക്കേണ്ടതാണ്. ആ മഹാത്മാവ് പറയുകയാണ്, അതങ്ങനെയല്ല. അത് ഇപ്പോൾ ഒരു സത്രം നടക്കുകയാണ്, ഒരു ഇങ്ങനെയുള്ള സജ്ജന ഭാഷണം നടത്താണ്. അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഭോജനം തയ്യാറാക്കിയിട്ടുണ്ടാവും. അത് വന്ന് ഭുജിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ തന്നെ സ്വരൂപികളായിട്ടുള്ള സിദ്ധന്മാരുണ്ടാവും. അവരെപ്പോഴെങ്കിലുമൊക്കെ വരുള്ളൂ. അവരെപ്പോഴെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ജഠരത്തിലേക്ക് ഒരു പിടി അന്നം അവിടെ ചെന്ന് കഴിഞ്ഞാൽ
ഈ ഹോസ്പിറ്റലും ഈ കെട്ടിടങ്ങളും ഈ സ്കൂളും ഒക്കെ തനിയെ നടന്നോളും എന്നുള്ളതാണ്. തനിയെ നടന്നോളും, ഇഷ്ടാപൂർത്തങ്ങളൊക്കെ തനിയെ നടന്നോളും. കാരണം അവരാരാ? സാധുക്കൾ. അവരെ നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരണതാണ് ഏറ്റവും വലിയ ശുദ്ധി എന്നുള്ളതാണ്. അത് തിരിച്ചറിയാൻ സാധിച്ചാൽ ഈ പൃഥു മഹാരാജാവിന് അത് സാധിച്ചു. അതുകൊണ്ട് എൻ്റെ ഇന്നത്തെ ദിവസം ധന്യമായി. ഇങ്ങനെ ഒരു സത്സംഗം കിട്ടാൻ സാധിച്ചുവല്ലോ. അങ്ങനെ ഗൃഹത്തിൽ വിളിച്ച് സത്സംഗം ചെയ്യണം നമ്മൾ. അപ്പോൾ സാധുക്കളെയൊക്കെ ഗൃഹത്തിലേക്ക് കൂട്ടിയിട്ട് പോയിട്ട് അവരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം നമ്മൾ. അല്ലാതെ പുതിയ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തതുകൊണ്ടോ വലിയ പാർലമെൻറ്റ് പോലുള്ള വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിലൊന്നും അർത്ഥമില്ല. അവിടെ ശുദ്ധമാകണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നോ അപ്പോൾ വാസ്തുദോഷം, അല്ലെങ്കിൽ ഈ ദോഷം, അല്ലെങ്കിൽ ആ ദോഷം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ അപ്പോഴും എല്ലാം പരതണു. പക്ഷേ ഒന്നറിയൂ, സജ്ജന സംഘം, സജ്ജനങ്ങൾ വീട്ടിൽ വന്നാൽ തന്നെ അത് ശുദ്ധമാകും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വിടുന്ന ആ ശ്വാസോച്ഛ്വാസങ്ങൾ അവിടെ എങ്ങനെ കെട്ടിക്കിടന്ന അന്തരീക്ഷത്തിൽ ഒരാൾ ഒരു സജ്ജനം പുറത്തു നിന്ന് അകത്തേക്ക് വന്നാൽ അറിയാം അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത്രയും വൈബ്രേഷനാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് സജ്ജനങ്ങളെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരിക, അവരെ അർഘ്യബാധ്യാദികളോട് സ്വീകരിക്കുക, അവരെ സേവിക്കുക, അവരെ തന്നെ ഈശ്വരനായിട്ട് കാണുക എന്നുള്ളതാണ് ഇവിടെ പൃഥു. അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? വ്യാളാളയ ദ്രുമം. ഈ മരത്തിലൊക്കെ വലിയ പൊത്തുകളുണ്ടാവും, അതിനെ കണ്ടാൽ പേടിയാവും, കൈയിടാൻ പിന്നെ അതിനേക്കാൾ പേടിയാവും. അതിലൊക്കെ പാമ്പോ മറ്റോ ഉണ്ടാവും ഇത്രേ, അതോ മറ്റോ കൊത്തും. അപ്പം നമുക്ക് പേടിയാവും. അപ്പോൾ ഈ സജ്ജന സംഘമില്ലാത്ത ഗൃഹങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ വ്യാളാലയ ധ്രുമം പോലെയാണ്. അരിക്താകില സമ്പദഹ എന്ന് പറയുന്നുണ്ട് ഇവിടെ. എത്ര തന്നെ നമ്മളെ ഇട്ടുമൂടാനുള്ള സമ്പത്ത് ഉണ്ടായാലും മഹാത്മാക്കളുടെ സംഘവും അല്ലെങ്കിൽ മഹാത്മാക്കളുടെ പാദസ്പർശവും ഇല്ലാത്ത ഗൃഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെയുള്ള ഒരു പൊട്ടക്കിണറ്റിന് സമമാണ്. അപ്പോൾ വീണ്ടും നമ്മൾ വിഷയത്തിലേക്ക് ഇങ്ങനെ ആഴുന്നു. ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ സാധുക്കൾ പരസ്പരം സംഘം ചെയ്ത്. സാധുപൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മന എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്നു. സംഗമ ഖലു സാധൂനാം ഉപേഷാം ച സമ്മത. രണ്ട് സാധുക്കൾ അല്ലെങ്കിൽ സജ്ജനങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ അവർ പരസ്പരം എന്താ പറയുക? ഭഗവത് കഥകൾ മാത്രമേ പറയുള്ളൂ, ഭഗവാന്റെ കാര്യങ്ങൾ മാത്രമേ അവർ പറയുള്ളൂ, ലോകത്തിന് ഹിതം ചെയ്യണ കാര്യങ്ങൾ മാത്രമേ സജ്ജനങ്ങൾ പറയുള്ളൂ. അത് ലോകത്തിന് തന്നെ, അവർക്ക് രണ്ടുപേർക്ക് മാത്രമല്ല. അവർ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടുപേർക്കല്ല, ഈ ലോകത്തിന് തന്നെ ഉപകാരമാവും. ഇപ്പോൾ രണ്ട് രോഗികളാണ് കാണുന്ന വെച്ചാൽ അവർ രോഗത്തിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. രണ്ട് മദ്യപാനികളാണ് കാണുന്ന വെച്ചാൽ അവർ പരസ്പരം വലിയ കൂട്ടായിരിക്കും. അതുപോലെ സാധുക്കൾ പരസ്പരം സംഗമം ചെയ്തു കഴിഞ്ഞാൽ അവർ ഭഗവത് കഥകളെ കൊണ്ട് ആ അന്തരീക്ഷം, ഈ ലോകം മുഴുവൻ ശുദ്ധമാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സാധുക്കളെ ഗൃഹത്തിൽ കൊണ്ടുവരണം എന്ന് പൃഥു പറഞ്ഞു. ഇനി അതിന് ശേഷം സനകാദികൾ ഇവിടെ പൃഥു മഹാരാജാവിന് തത്വോപദേശം ചെയ്യാണ്. എന്താണ് പറയണത്? സർവശാസ്ത്രങ്ങളുടെയും തത്വം, അതിൻ്റെയൊക്കെ അന്തിമം എന്ന് പറയുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ശാസ്ത്രങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ പുസ്തക ബുദ്ധിയും ഗുരുവിൽ മനുഷ്യബുദ്ധിയുമുള്ളവന് ഒന്നും പ്രയോജനപ്പെടില്ല. ഈ ശാസ്ത്രങ്ങളെ, ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങളെ, മഹത് ഗ്രന്ഥങ്ങളെ നമ്മൾ വായിച്ച് പൂജിച്ച് പാരായണം ചെയ്ത് ഇതിൻ്റെ അർത്ഥതലങ്ങളെയൊക്കെ ചിന്തിക്കുകയും നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി സനകാദികൾ ഇവിടെ നല്ലൊരു സത്സംഗം ഇവിടെ ഏർപ്പെടുത്തുകയാണ്. പൃഥു മഹാരാജാവിന് പറയണു, ദൃഢാ രതിർ ബ്രഹ്മണി നിർഗുണേ ചെയ്യാ. നമ്മുടെ രതി ഭഗവാനിലേക്കാണ്. ഭഗവാന് താനല്ലാത്ത വിഷയങ്ങളെയൊക്കെ താനെന്ന് ധരിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക്. അതിനെയൊക്കെ ഉപേക്ഷിച്ച് തന്നെ താനാക്കുന്ന ആ സ്വയം ബോധത്തിലേക്കുള്ള സ്വസ്വരൂപാനുസന്ധാനം, അതിനെ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകണം. അതെങ്ങനെയാണ്? ആ നിർഗുണമായിട്ടുള്ള രതി ഭഗവാനിലേക്ക് ഏർപ്പെടുക. അപ്പോഴാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ശ്രദ്ധയാ ഭഗവത് ധർമ്മചര്യ ജിജ്ഞാസയാ ആധ്യാത്മിക യോഗനിഷ്ഠയാ. അതിന് ശ്രദ്ധ, അതിന് ബുദ്ധി എന്നല്ല പറഞ്ഞത്, ശ്രദ്ധ. ശ്രദ്ധയും ഭക്തിയൊക്കെ ഒന്ന് തന്നെ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ബുദ്ധിയെ കൊണ്ടല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ബുദ്ധി തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളെക്കുറിച്ച് സംശയിക്കുകയും അതിൻ്റെ പിന്നാലെ ഉത്തരം തേടി പോവുകയും ചെയ്യും. അതാണ് സയൻസൊക്കെ ഇത്രയും വികസിച്ച്. തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളിൽ നിന്ന് എന്തുണ്ടാക്കാം, എന്തു ചെയ്യാം, എന്തുൽപ്പാദിപ്പിക്കാം, അതിൽ അഭിമാനിക്കണോ സത്യം. പക്ഷേ ശ്രദ്ധ താനൊഴിച്ചുള്ള എല്ലാ വസ്തുക്കളെയും മാറ്റി നിർത്തി തന്നെക്കുറിച്ച് സംശയിക്കുകയും തൻ്റെ ഉള്ളിലേക്ക് ആ അന്തർമുഖത്വമാണ് ശ്രദ്ധ കൊണ്ടുണ്ടാവുന്നത്. അത് തന്നെയാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സാക്ഷാത്കാരം. അത് ചെയ്യുന്ന ഓരോരോ പ്രക്രിയകൾ ഇവിടെ വർണ്ണിക്കുകയാണ്. അതെങ്ങനെ യോഗനിഷ്ഠ കൊണ്ട്, ആധ്യാത്മിക ചര്യ കൊണ്ട്, സജ്ജന സംഘം കൊണ്ട് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിവിടെ ഉപദേശിച്ചു. അങ്ങനെ നല്ലൊരു സദ്ഭാഷണം സനകാദികൾക്കും പൃഥുവിനും ഇടയിലുണ്ടായി. ഇതുകൊണ്ട്
ഭഗവാനിൽ അത്യന്തികമായിട്ടുള്ള രതി വന്ന് അതിനെ പ്രത്യാഹാരം ചെയ്ത് ധാരണ, ധ്യാനം, സമാധി അവസ്ഥ വരെ പൃഥു ചെല്ലുകയാണ്. അതുകൊണ്ട് രാജ്യഭാരമൊക്കെ പുത്രനെ ഏൽപ്പിച്ചുകൊണ്ട് വാനപ്രസ്ഥാശ്രമം, മഹത്തായിട്ടുള്ള 3ാമത്തെ ആശ്രമത്തിലേക്ക്, അത് ആശ്രമമാണ്. ഇതിൽ പ്രവേശിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ആ ധർമ്മം അനുഷ്ഠിക്കാതെ അത് ആശ്രമമാകണമെന്നില്ല. ഗൃഹം അത് ആശ്രമമാക്കി മാറ്റണമെങ്കിൽ ഗൃഹസ്ഥധർമ്മം നമ്മളവിടെ അനുഷ്ഠിക്കണം. അപ്പം ആ അനുഷ്ഠാനത്തിലാണ് ആചരണാത് അനുഷ്ഠാനാത് ധർമ്മ എന്ന് പറഞ്ഞ പോലെ പൃഥു ധർമാനുഷ്ഠാനത്തിൻ്റെ ഒരു വലിയ മോഡൽ നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുകയാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഹൃദയത്തെ ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടത്തിവിട്ട് ഈ രാജധർമ്മത്തെ നമ്മൾ തന്നെയാണ് പൃഥു. ആദ്യത്തെ വേനൻ എന്ന് പറയുന്ന അവസ്ഥ, അങ്കൻ എന്ന് പറയുന്ന നമ്മളുടെ ജീവിതത്തിൻ്റെ ആസുരീക ഭാവമാണ്. ആ ആസുരീക ഭാവം ഉള്ള സമയത്ത് ആസുരീക ഭക്തിയാണ് ആദ്യം ഉണ്ടായിരുന്നത്. അത് വേനൻ എന്നുള്ള ആ ആസുരീക ഭാവം പോയി കഴിഞ്ഞപ്പോൾ അംഗമഹാരാജാവ് കാട്ടിലേക്ക് പോയി. അപ്പോഴാണ് ശരിക്കും പൃഥു ജനിക്കുന്നത്. അവിടെയുള്ള ദൈവീ പ്രകൃതി, ദൈവീ സമ്പത്ത് എന്നാണ് പറയണത്. അത് പൃഥു മഹാരാജാവ്. അപ്പം എല്ലാവരിലും ഈ ദൂഷ്യഭാവങ്ങളുണ്ട്, പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമ്മളിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ സമ്മിശ്രമാണ് ലോകം. അപ്പം അതിൽ നിന്ന് നെഗറ്റീവിനെ ഒക്കെ ഒഴിച്ച് മാറ്റി വേനനെ കളഞ്ഞ് ആ പൃഥുവിനെ സ്വീകരിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കണമെങ്കിൽ ഈ പൃഥുചരിതം എന്നും പാരായണം ചെയ്യുകയും കേൾക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ നമ്മളുടെ ധാരണയിൽ അത് വരും. നിരന്തര അനുഭവമായിട്ട്, സമാധി അവസ്ഥ ആയിട്ട് നമുക്കത് തീരണമെങ്കിൽ പൃഥുവിനെ പോലെ തന്നെ ഭഗവാന്റെ അവതാരമായ പൃഥുചരിതം ഇവിടെ വന്ന് ഈ സമയത്തിൽ പറയാൻ സാധിച്ചതിൽ വാസ്തവത്തിൽ ഇതൊക്കെ ഒരു റീക്രിയേഷനാണ്. എത്രയോ കാലമായിട്ട് ഇപ്പം നൈമിഷാരണ്യം എന്ന് പറയുമ്പോൾ ഒക്കെ നമ്മുടെ ഋഷിമുനിമാർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, ആ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഈ ശരീരത്തിലൂടെ പ്രകടമാകുന്നു എന്നുള്ളൂ. നമ്മളതിൻ്റെ ഭാഗവാക്കായി. ആ ഭാഗവാക്കാകാൻ സാധിച്ചതിൽ, സ്വാമിജി നടത്തുന്ന ഈ മഹാസപര്യയിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഭഗവാന് എൻ്റെ അത്യധികമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങളെയും സാക്ഷാൽ ഭഗവാൻ നാരായണനായിട്ട് നമസ്കരിച്ചുകൊണ്ടും നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. കായേന വാചാം മനസേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.